യെസ്. അപ്പോൾ ദ മാത്സ് സ്കൂൾ ബൈ മനു. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്ലിക്കേഷൻസ് ഓഫ് ട്രിഗണോമെട്രി. അപ്പോൾ ട്രിഗണോമെട്രി നമ്മുടെ വീഡിയോസ് ഓൾറെഡി പോസ്റ്റാണ്. ഓക്കെ, സോ ഇന്ന് നമ്മൾ നോക്കുന്നത് അപ്ലിക്കേഷൻസ് ഓഫ് ട്രിഗണോമെട്രി. അപ്പോൾ CBSE ബോർഡ് എക്സാംസ് ആവാറായി. അപ്പോൾ ഈ ചാപ്റ്ററിന് ഏകദേശം ഒരു 7 മാർക്കോളം ബോർഡ് എക്സാമിന് ചോദിക്കും. MCQ ഒരു മാർക്ക് ഉണ്ടാവും, പിന്നെ ഒരു 4 മാർക്കും ഒരു 3 മാർക്കാണ് കൂടുതൽ വരാറ്, അല്ലെങ്കിൽ 4, 3, 7 മാർക്ക് അങ്ങനെ വരുള്ളൂ. അപ്പോൾ അപ്ലിക്കേഷൻസും ഇൻട്രൊഡക്ഷൻ ടു ട്രിഗണോമെട്രി രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എത്ര കുട്ടികളെ 13 മാർക്കോളം വരുന്നുണ്ട്. ഓക്കെ, സോ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ കൂടുതൽ നോക്കേണ്ടത് 2 കോൺസെപ്റ്റുകളാണ്. ഒന്നെന്ന് പറയുന്നത് ആംഗിൾ ഓഫ് എലിവേഷൻ. കാണാനില്ല അല്ലേ? യെസ്. ഓക്കെ, ദ ഫസ്റ്റ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ആംഗിൾ ഓഫ് എലിവേഷനും സെക്കൻഡ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ആംഗിൾ ഓഫ് ഡിപ്രഷനുമാണ്. അപ്പോൾ ഈ 2 കോൺസെപ്റ്റ് നമുക്ക് അറിയുമെങ്കിൽ ബേസിക്കലി നമുക്ക് ഈ ചാപ്റ്റർ അടിപൊളിയായിട്ട് പഠിക്കാൻ പറ്റും. ഓക്കെ, സോ ആംഗിൾ ഓഫ് എലിവേഷൻ നമുക്ക് ആദ്യം നോക്കാം. അപ്പോൾ ഇത് നോക്കുമ്പോൾ ജസ്റ്റ് കൺസിഡർ. ഓക്കെ, ഒന്ന് ഊഹിക്കുക. ഇവിടെ 2 പേരുണ്ട്. ഒന്ന് നമ്മളെ നായകൻ, ഇയാളുടെ പേരാണ് റാമും മീരയും. ഓക്കെ, 2 പേരുണ്ട്, റാം ആൻഡ് മീര. അപ്പോൾ ഒരു ദിവസം രാം ഇങ്ങനെ നടക്കണം. അപ്പോൾ നടക്കുമ്പോൾ രാം മീരയെ കണ്ടു. ഓക്കെ, അപ്പോൾ മീര ബിൽഡിങ്ങിൻ്റെ ഒരു വീട്ടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൽ ഇരിക്കുകയാണ്. അപ്പോൾ റാം ഗ്രൗണ്ട് ഫ്ലോറിലും ഇരിക്കുകയാണ്. അപ്പോൾ റാം മീരനെ കണ്ടു അല്ലേ? റാം താഴെയാണ്, ഗ്രൗണ്ടിലാണ്. അപ്പോൾ രാം മീരനെ ഒബ്സർവ് ചെയ്യണം. ഓക്കെ, റാം ഈസ് ഒബ്സർവിങ് മീര. അപ്പോൾ ഇവിടെ നമ്മൾ റാമിനെ കൺസിഡർ ചെയ്യേണ്ടത്, ലിസൺ, റാമിനെ നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത് ആസ് എൻ ഒബ്സർവർ. ഓക്കെ, റാം ഒബ്സർവറായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാം. അപ്പോൾ രാം മീര ഇങ്ങനെ നോക്കി. അപ്പോൾ മീര നമ്മൾ ഒബ്ജക്റ്റായിട്ട് കൺസിഡർ ചെയ്യണം. ഓക്കെ, മീര നമ്മൾ ഒബ്ജക്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യണം. അപ്പോൾ റാം ഇങ്ങനെ മീര നോക്കുമ്പോൾ രാമിൻ്റെ കണ്ണിന്ന് റാം മീര കാണണമെങ്കിൽ ഒരു ലൈന് പോകണ്ടേ? ആ ലൈനെ വിളിക്കുന്ന പേരാണ് ലൈൻ ഓഫ് സൈറ്റ്. ഓക്കെ, ആ ലൈനെ വിളിക്കുന്ന പേരാണ് ലൈൻ ഓഫ് സൈറ്റ്. അപ്പോൾ റാമിൻ്റെ കണ്ണിന്ന് മീരയ്ക്ക് പോയി. അപ്പോൾ ഇതിനെ വിളിക്കുന്ന പേരാണ് ലൈൻ ഓഫ് സൈറ്റ്. ഇനി എപ്പോഴും ഒരു കാര്യം ഓർക്കേണ്ടതെന്ന് അറിയോ? നമ്മൾ ലൈൻ ഓഫ് സൈറ്റ് ഉണ്ട്, പിന്നെ റാം ഇങ്ങനെ നോക്കുമ്പോൾ ഇത് ലൈൻ ഓഫ് സൈറ്റ് വരും. പിന്നെ റാമിൻ്റെ കണ്ണിന്ന് ഒരു സ്ട്രെയിറ്റ്, അതിനെ വിളിക്കുന്ന പേരാണ് ഹൊറിസോണ്ടൽ. ഓക്കെ, ഇതിനെ വിളിക്കുന്ന പേരാണ് ഹൊറിസോണ്ടൽ. കാണാനില്ല അല്ലേ? ഇതിനെ വിളിക്കുന്ന പേരാണ് ഹൊറിസോണ്ടൽ. അപ്പോൾ എപ്പോഴും ഒരു കാര്യം ഓർക്കുക, എപ്പോഴും ഒരു കാര്യം നിങ്ങൾ ഓർക്കേണ്ടത് എന്താണ്? ഈ ലൈൻ ഓഫ് സൈറ്റും ഹൊറിസോണ്ടലില്ലേ, ഈ ലൈൻ ഓഫ് സൈറ്റും ഹൊറിസോണ്ടലും അവരുണ്ടാക്കുന്ന ആംഗിൾ, ലൈൻ ഓഫ് സൈറ്റും ഹൊറിസോണ്ടലും ഉണ്ടാക്കുന്ന ആംഗിൾ, അതാണ് നമ്മളുടെ ആംഗിൾ ഓഫ് എലിവേഷൻ. നമ്മൾ തീറ്റയായിട്ട് കൺസിഡർ ചെയ്യും. ഏതാണ്? ആംഗിൾ ഓഫ് എലിവേഷൻ. അപ്പോൾ എപ്പോഴും ഒരു കാര്യം ഓർക്കുക, ഒബ്സർവർ റാം മീര കണ്ടു, ഒബ്സർവർ ഒബ്ജക്റ്റിനെ കണ്ടു, അതിനെ വിളിക്കുന്ന പേരാണ് ലൈൻ ഓഫ് സൈറ്റ്. എന്നിട്ട് റാമിൻ്റെ കണ്ണിന്ന് ഡയറക്റ്റ് ഹൊറിസോണ്ടൽ വരയ്ക്കും. പിന്നെ ഈ ഹൊറിസോണ്ടലും ലൈൻ ഓഫ് സൈറ്റ് ഉണ്ടാക്കുന്ന ആംഗിളാണ് ആംഗിൾ ഓഫ് എലിവേഷൻ. എപ്പോഴും ഒരു കാര്യം നോക്കുക, നമ്മൾ ഹൊറിസോണ്ടൽ വരയ്ക്കുന്നത് എപ്പോഴും ഒബ്സർവർ എന്നായിരിക്കും. അപ്പോൾ ഇവിടെ നോക്കിയേ, നമ്മൾ ഹൊറിസോണ്ടൽ ഒബ്സർവർ എന്നാണ് വരച്ചത്. എപ്പോഴും ഹൊറിസോണ്ടൽ വിൽ ഡ്രോ വിത്ത് റെസ്പെക്ട് ടു അവർ ഒബ്സർവർ. ഓക്കെ, സോ ബേസിക്കലി ലിസൺ, ഇത് നമ്മുടെ ഒബ്സർവർ ആണെങ്കിൽ ഒബ്സർവറിന് നമ്മൾ നേരെ വരയ്ക്കുന്നത് ഇങ്ങോട്ടേക്ക് ഒബ്ജക്റ്റിലേക്ക്. ഓക്കെ, ഇത് ഒബ്ജക്റ്റിലേക്ക് വരയ്ക്കും. എൻ്റെ ഒബ്സർവറിന് നമ്മൾ നേരെ ഹോറിസോണ്ടൽ വരയ്ക്കും. ഓക്കെ, എന്നിട്ട് ഈ ഒബ്സർവറും ഹോറിസോണ്ടലും തമ്മിൽ, ഒബ്സർവർ അല്ല ലൈൻ ഓഫ് സൈറ്റ്, ഈ ലൈൻ ഓഫ് സൈറ്റും ഹൊറിസോണ്ടലും നമ്മൾ ഉണ്ടാക്കുന്ന ആംഗിളാണ് ആംഗിൾ ഓഫ് എലിവേഷൻ.
ആംഗിൾ ഓഫ് എലിവേഷൻ. ഇത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇതിനെ വിളിക്കുന്ന പേരാണ് ആംഗിൾ ഓഫ് എലിവേഷൻ. ഇപ്പോൾ ഈ ചാപ്റ്ററിൽ ട്രിഗണോമെട്രി വാല്യൂസ് നമുക്ക് അറിയേണ്ടത് tan 30 അറിഞ്ഞിരിക്കണം, tan 60 അറിഞ്ഞിരിക്കണം. ഓക്കെ, സോ ആംഗിൾ ഓഫ് എലിവേഷൻ ക്ലിയർ ആണോ? ആംഗിൾ ഓഫ് എലിവേഷനിൽ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, ഒബ്സർവർ താഴെയും ഒബ്ജക്റ്റ് മുകളിലായിരിക്കും. എങ്ങനെയാണ്? ആംഗിൾ ഓഫ് എലിവേഷനിൽ ഒബ്സർവർ താഴെയും ഒബ്ജക്റ്റ് മുകളിലായിരിക്കും. ഓക്കെ, അത് ക്ലാരിറ്റി വന്നു. ഇനി ആംഗിൾ ഓഫ് ഡിപ്രഷൻ. ആംഗിൾ ഓഫ് ഡിപ്രഷനിൽ കഥ മാറി. എങ്ങനെയാണ്? ആംഗിൾ ഓഫ് ഡിപ്രഷനിൽ കഥ മാറി. കഥ മാറുന്നത് എങ്ങനെയാണ്? ഇവിടെ റാം മുകളിലേക്ക് കയറി. ഓക്കെ, റാം വീട്ടിൻ്റെ മുകളിലേക്ക് കയറി, മീര താഴത്തേക്കും വന്നു. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് കഥ മാറുന്നത്? എങ്ങനെയാണ്? രാം ഒരു ദിവസം വീട്ടിൽ നിന്ന് രാവിലെ എണീറ്റിട്ട് റാം ഡോർ തുറന്ന് താഴത്തേക്ക് നോക്കുമ്പോൾ ദേ മീര ഇരിക്കുന്നു. അപ്പോൾ ആരാണ് ആദ്യം മീര കാണുന്നത്? റാം. അപ്പോൾ റാം ആണ് നമ്മളുടെ ഇവിടെ എന്ത്? ഒബ്സർവർ. റാം ആണ് നമ്മളുടെ ഒബ്സർവർ. മീര എന്താണ്? മീരയാണ് നമ്മളുടെ ഒബ്ജക്റ്റ്. അപ്പോൾ മുമ്പത്തെ കഥ പറഞ്ഞ പോലെ തന്നെ റാം മീരനെ കാണുന്നു. എങ്ങനെയാണ്? മീര ഗ്രൗണ്ട് ഫ്ലോറിലിരിക്കുന്നു, റാം ഫസ്റ്റ് ഫ്ലോറിലിരിക്കുന്നു. അപ്പോൾ റാം മീര കാണുമ്പോൾ കണ്ണിന്ന് ഒരു ലൈൻ ഓഫ് സൈറ്റ് പോവും. നമ്മൾ പണ്ടൊക്കെ സൈറ്റ് അടി എന്ന് പറയും. അപ്പോൾ ഒരു ലൈൻ ഓഫ് സൈറ്റ് പോവും. ഓക്കെ, സോ ബേസിക്കലി ഇതാ ലൈൻ ഓഫ് സൈറ്റ് പോയി. ഇനി എന്താ ചെയ്യേണ്ടത്? എപ്പോഴും നമുക്കറിയാം എവിടെ നമ്മൾ ഹൊറിസോണ്ടൽ വരയ്ക്കുക. ഹൊറിസോണ്ടൽ വരയ്ക്കുന്നത് എപ്പോഴും നമ്മുടെ ഒബ്സർവറിൻ്റെ കണ്ണിൽ നയിക്കും, അല്ലേ? ഒബ്സർവറിൻ്റെ കണ്ണിൽ നയിക്കും നമ്മൾ എപ്പോഴും ഹൊറിസോണ്ടൽ വരയ്ക്കുക. അപ്പോൾ ഞാൻ ഹൊറിസോണ്ടൽ വരച്ചു. യെസ്, അപ്പോൾ ഇങ്ങനത്തെ കേസിൽ ഒരു കാര്യം ഓർക്കേണ്ടത്, ആംഗിൾ ഓഫ് എലിവേഷൻ ആവട്ടെ ആംഗിൾ ഓഫ് ഡിപ്രഷൻ ആവട്ടെ, അപ്പോൾ രണ്ടും നമ്മൾ ബേസിക്കലി എന്താ, ഹൊറിസോണ്ടലും ലൈൻ ഓഫ് സൈറ്റിനും ഇടയ്ക്കുള്ള ആംഗിളാണ് ബേസിക്കലി നമ്മൾ എടുക്കേണ്ടത്. ഓക്കെ, സോ ഇവിടെ ഇതാണ് തീറ്റ. ഈ തീറ്റ വിളിക്കുന്ന പേരാണ് ആംഗിൾ ഓഫ് ഡിപ്രഷൻ. അപ്പോൾ ബേസിക്കലി ആംഗിൾ ഓഫ് ഡിപ്രഷനിൽ ഒബ്സർവർ മുകളിലും ഒബ്ജക്റ്റ് താഴെയും. ആംഗിൾ ഓഫ് എലിവേഷനിൽ എങ്ങനെയാണ്? ഒബ്സർവർ താഴെയും ഒബ്ജക്റ്റ് മുകളിലും. അപ്പോൾ ഞാൻ ഇത് കുറച്ചുകൂടി വ്യക്തമായിട്ട് വരയ്ക്കുകയാണെങ്കിൽ, ലിസൺ, ഇതാണ് നമ്മുടെ ഒബ്സർവർ. ഓക്കെ, താഴെയാണ് നമ്മുടെ ഒബ്ജക്റ്റ്. അപ്പോൾ ഒബ്സർവറിന് ഒബ്ജക്റ്റിലേക്ക് നമ്മൾ എന്താ വരയ്ക്കുന്നത്? എപ്പോഴും ലൈൻ ഓഫ് സൈറ്റ്. ലൈൻ ഓഫ് സൈറ്റ് വരയ്ക്കും. എങ്ങനെയാണ്? ഒബ്സർവറിന് നമ്മൾ ഹൊറിസോണ്ടൽ വരയ്ക്കും. പിന്നെ ഇതാണ് തീറ്റ. തീറ്റ എന്ന് പറയുന്നത് എന്താ? ആംഗിൾ ഓഫ് തീറ്റ എന്ന് പറയുന്നത് ആംഗിൾ ഓഫ് ഡിപ്രഷൻ. അപ്പോൾ ഈ രണ്ട് ഫിഗറും നമ്മൾക്ക് അത്യാവശ്യമാണ്. ഏത്? ആംഗിൾ ഓഫ് എലിവേഷനും ആംഗിൾ ഓഫ് ഡിപ്രഷനും നമ്മളുടെ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, യെസ്. ഇനി നെക്സ്റ്റ് നമ്മൾ സോൾവ് ചെയ്യുന്നത് എക്സാമ്പിൾ 7 ഫ്രോം NCERT ടെക്സ്റ്റ് ബുക്ക്. ഓക്കെ, സോ എന്ത് ചെയ്യും? The question is like this. Yes, from a point on a bridge across a river, the angles of depression of the banks on the opposite sides of the river are 30 degrees and 45 degrees respectively. If the bridge is at a height of 3 meters from the banks and find the width of the river. From a point on a bridge, okay, across a river. ഒരു ബ്രിഡ്ജ് ഉണ്ട് അല്ലേ? സോ ഇവിടെ നോക്ക്. അപ്പോൾ ഞാൻ ഒരു ബ്രിഡ്ജ് വരയ്ക്കാൻ പോവുകയാണ്. ഓക്കെ, ഇതാണ് ബ്രിഡ്ജ്. ഓക്കെ, ഫ്രം എ പോയിൻ്റ് ഓൺ എ ബ്രിഡ്ജ് അക്രോസ് എ റിവർ. അപ്പോൾ ബ്രിഡ്ജിലൊരു പോയിൻ്റ് എടുത്തു. ഓക്കെ, പോയിൻ്റ് P എന്ന് എടുത്തു കേട്ടോ. ദി ആംഗിൾസ് ഓഫ് ഡിപ്രഷൻ ഓഫ് ദി ബാങ്ക്സ് ഓൺ ദി ഓപ്പോസിറ്റ് സൈഡ്സ് ഓഫ് ദി റിവർ ആർ 30 ഡിഗ്രി ആൻഡ് 45 ഡിഗ്രി. അപ്പോൾ ഇതിൽ ഒബ്സർവർ വരാൻ ഡിപ്രഷൻ പറഞ്ഞാൽ ഇതാണ്. ഒബ്സർവർ എപ്പോഴും മുകളിലായിരിക്കും അല്ലേ?
ബ്രിഡ്ജ് പറഞ്ഞാൽ ഒരു ഹൈറ്റിലല്ലേ, ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഹൈറ്റിലായിരിക്കും, അപ്പോൾ അതിൻ്റെ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ താഴെ ആയിരിക്കും. ഓക്കെ, സോ ഞാൻ ഇതെടുത്തു 2 പോയിൻറ്റ്സ്. ഓക്കെ, എയും ബിയും. എന്താ കുട്ടികൾക്ക് മനസ്സിലായില്ല? ഒബ്സർവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒബ്സർവർ അല്ല, ഡിപ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്സർവർ എപ്പോഴും മുകളിലായിരിക്കും. ഇവിടെ മുകളിലത്തെ പോയിൻ്റ് ഇതാ, ഒരു ബ്രിഡ്ജിലുള്ള പോയിന്റിൽ ഏറ്റവും മുകളിൽ. ഇനി പിന്നെ പോയിന്റ് ഒബ്ജക്റ്റ് താഴത്തെ പോയിന്റ്സ് ഏതാ, ഭൂമിയിലായിരിക്കും. ഇത് രണ്ടും ഭൂമിയിലാണ്, ഇത് ബ്രിഡ്ജിലാണ്. ഓക്കെ, ഇനി ഇവർ പറയുന്നത് എങ്ങനെയാണ്? ഇങ്ങോട്ടുള്ള ആംഗിൾ ഓഫ് ഡിപ്രഷൻ 30 ഡിഗ്രി 40 ഡിഗ്രിയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ലൈൻ ഓഫ് സൈറ്റ്, ഓക്കെ, ആദ്യത്തെ ലൈൻ ഓഫ് സൈറ്റും പിന്നെ എന്താ ഒബ്സർവറിനെ നമുക്ക് എപ്പോഴും ഹൊറിസോണ്ടൽ വരയ്ക്കേണ്ടത് അല്ലേ. ഹൊറിസോണ്ടൽ ഞാൻ ഇങ്ങനെ വരച്ചു. അപ്പോൾ ഇതാണ് എനിക്ക് ബേസിക്കലി എന്ത് 30 ഡിഗ്രി എന്ന് വരിക. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ ഇതാ ഇവിടുന്ന് അടുത്ത ലൈൻ ഓഫ് സൈറ്റ് വരച്ചു. എന്നിട്ട് എന്താ ഹൊറിസോണ്ടൽ ഞാൻ എക്സ്റ്റെൻഡ് ചെയ്തു. എന്നിട്ട് ഇവർ പറയുന്നത് ഇത് 45 ഡിഗ്രി എന്നാണ്. ഓക്കെ, സോ ഇവിടെ ശ്രദ്ധിക്കാം, ഇത് ഹൊറിസോണ്ടലാണ് കേട്ടോ. ഇനി എന്താ ചോദിക്കണേ? ഫൈൻഡ് ദ വിഡ്ത്ത് ഓഫ് ദി റിവർ. വിഡ്ത്ത് ഓഫ് ദി റിവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതാണ് അല്ലേ. പോയിൻ്റ് എ എന്ന് പറഞ്ഞാൽ എന്താ, മണ്ണില, ഇത് മണ്ണിലെ പോയിൻ്റാണ്, ഇതും മണ്ണിലെ പോയിൻ്റാണ്. ഇതിന് നടക്കാണ് വെള്ളം വരണത് അല്ലേ, ഇതിന് നടക്കാണ് വെള്ളം വരണത്. ആ വെള്ളത്തിൻ്റെ വിഡ്ത്താണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ വെള്ളത്തിൻ്റെ വിഡ്ത്ത് ഞാൻ എന്താ എക്സ് എന്ന് എടുത്തു, കംപ്ലീറ്റ്ലി എക്സ് എന്ന് എടുത്തു. ഓക്കെ, സോ ഇതെങ്ങനെ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക, ഞാൻ എയും ബിയും ജോയിൻ ചെയ്യാണ്. ഐ എം ജോയിനിങ് ബോത്ത് എ ആൻഡ് ബി. എന്നിട്ട് ഞാൻ എന്താ ചെയ്യാൻ പോകുന്നറിയോ, ഞാൻ ഒരു ഹൊറിസോണ്ടൽ വരച്ചു. അപ്പോൾ ബേസിക്കലി വാട്ട് ഈസ് ഹാപ്പനിങ് ഹിയർ ഇസ് ഐ എം ഗെറ്റിംഗ് 2 triangles. This is the first triangle. Okay, and same way here we have the second triangle. അപ്പോൾ ഈ 2 ട്രയാങ്കിൾസിലാണ് നമുക്ക് ബേസിക്കലി കൺസിഡർ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കിയേ, ഇവ രണ്ടുപേരും പാരലൽ അല്ലേ. അങ്ങനെയാണെങ്കിൽ വാട്ട് ഷേപ്പ് ഈസ് ഇസഡ്? ഇതെന്ത് ഷേപ്പാണ്? ഇതൊരു ഇസഡ് ഷേപ്പാണ്. ഇതൊരു ഇസഡ് ഷേപ്പാണെങ്കിൽ ഇവർ എന്ത് ടൈപ്പ് ഓഫ് ആംഗിൾസ് ആണ്? ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് അല്ലേ. അപ്പോൾ എനിക്ക് ബേസിക്കലി ഇത് 30 ഡിഗ്രി എടുക്കാം. അതേപോലെ തന്നെ ഇവിടെ നോക്കി, ഇതെന്ത് ഷേപ്പാണ്? ഇതെന്ത് ഷേപ്പാണ്? ഇത് അടുത്ത ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് ആണ് അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആംഗിൾ ബി എന്താവും? ആംഗിൾ ബിയും 45 ഡിഗ്രി ആവും. ഓക്കെ, ഇനി എന്ത് ചെയ്യും നമ്മൾ? പിന്നെ ഇഫ് ദ ബ്രിഡ്ജ് ഇസ് അറ്റ് എ ഹൈറ്റ് ഓഫ് 3 മീറ്റർ, ബ്രിഡ്ജിൻ്റെ ഹൈറ്റ് 3 മീറ്റർ വന്നിട്ടുണ്ട്. 3 മീറ്റർ എന്ന് പറഞ്ഞാൽ എന്താ, ഇതാണ് 3 മീറ്റർ അല്ലേ. ദിസ് ഇസ് യു ക്യാൻ ടേക്ക് ഇറ്റ് ആസ് 3 മീറ്റർ. അപ്പോൾ ഇത് 3 മീറ്റർ വരും. അങ്ങനെയാണെങ്കിൽ ഇത് ഞാൻ സി കൊടുത്തു പോയിന്റ്. പി സി എന്ന് പറയുന്നതാണ്, ലുക്ക് ചെയ്യാം, പി സി എന്ന് പറയുന്നതാണ് വിഡ്ത്ത് ഓഫ് ദി അല്ലെങ്കിൽ ഹൈറ്റ് ഓഫ് ദി ഏതാ ബ്രിഡ്ജ്. ദ ഹൈറ്റ് ഓഫ് ദി ബ്രിഡ്ജ് ഇസ് ഗിവൻ ആസ് വാട്ട് 3 മീറ്റർ അല്ലേ. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് ഇത് 3 മീറ്റർ ആയിട്ട് എടുക്കാം. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം കുട്ടികളെ, ഇത് ഫുൾ എക്സ് എടുത്തു അല്ലേ. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഞാൻ ഇത് എക്സും ഇതും വൈ എടുക്കാം. അപ്പോൾ വിഡ്ത്ത് ഓഫ് ദി റിവർ എന്ന് പറയുമ്പോൾ എക്സ് പ്ലസ് വൈ കണ്ടുപിടിച്ചാൽ പോരെ. ഓക്കെ, സോ വി ക്യാൻ ഡു ലൈക്ക് ദിസ്. ഇൻ ട്രയാങ്കിൾ PAC, ഇൻ ട്രയാങ്കിൾ PAC എങ്ങനെയാണ് tan 30 എന്ന് അപ്ലൈ ചെയ്തത്? tan 30 എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് 3/x. tan 30 പറഞ്ഞാൽ 1/√3 ഈക്വൽ ടു 3/x. ദാറ്റ് ഇംപ്ലൈസ് x is equal to എന്താ 3√3 മീറ്റർ. x is equal to 3√3 മീറ്റർ. പിന്നെ അതേപോലെ തന്നെ ഇൻ ട്രയാങ്കിൾ PBC, ഇൻ ട്രയാങ്കിൾ PBC എന്തായിരിക്കും? tan 45 എന്ന് പറയുന്നത് എന്താ 3/y. അപ്പോൾ 1 is equal to എന്താ 3/y. അപ്പോൾ y is equal to എന്താ 3 മീറ്റർ. അപ്പോൾ നോക്കി, നമുക്ക് എക്സും കിട്ടി, കാണില്ല, യെസ്, നമുക്ക് എക്സും കിട്ടി, നമുക്ക് വൈയും കിട്ടി. therefore you can write width of the river ഈക്വൽ ടു എത്ര? വിഡ്ത്ത് ഓഫ് ദി റിവർ എങ്ങനെയാണ്?
എക്സ് പ്ലസ് വൈ അല്ലേ വരിക. അപ്പോൾ യു ക്യാൻ റൈറ്റ് 3√3 + 3 കോമൺ 3 × 1 + √3 മീറ്റർ. 3 × 1 + √3 മീറ്റർ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ക്വസ്റ്റൻ. എന്തൊക്കെയാണ് നമ്മൾ ഈ ക്വസ്റ്റനിൽ ചെയ്തത് നോക്കിയേ. ബ്രിഡ്ജിലൊരു പോയിന്റ് എയും ബിയും പറഞ്ഞാൽ ബാങ്ക്സ് കരയിലുള്ള 2 പോയിന്റ്. അങ്ങോട്ടേക്ക് ഡിപ്രഷൻ വരികയാണ്. ഡിപ്രഷൻ പറഞ്ഞാൽ എന്താ, മുകളിൽ ഒബ്സർവർ വരേണ്ട. ഓക്കെ, ഹൊറിസോണ്ടലും വരച്ചു. ഹൊറിസോണ്ടലും ലൈൻ ഓഫ് സൈറ്റും ഉണ്ടാക്കുന്നത് 30 ഡിഗ്രിയാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ നോക്കുമ്പോൾ എന്താ, ഇത് വരുന്നത് എന്താ, ഓൾട്ടർനേറ്റ് ഇന്ത്യൻ ആംഗിൾസ് അല്ലേ. അപ്പോൾ ഇതും 30 ഡിഗ്രി വരും. ആംഗിൾ എയും 30 ഡിഗ്രി വരും. നൗ വാട്ട് ടു ഡു, വി ഹാവ് ആൻ അനദർ പോയിന്റ് ബി. Now the width is given as, the height of the bridge is given as 3 meter. That is why I took this as 3. Okay, so you have the observer, you have the horizontal, you have the line of sight. So this angle becomes 45 degree. Now what to do, ഇതൊരു Z ഷേപ്പ് അല്ലേ. ഇതൊരു Z ഷേപ്പ് ആണെങ്കിൽ എന്താ, ദിസ് ബിക്കംസ് ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് അല്ലേ. അപ്പോൾ Z ഷേപ്പ് വരുമ്പോൾ ഇതും 45. ഇനി സെപ്പറേറ്റ്ലി 2 ട്രയാംഗിൾസിലും tan 30 tan 45 അപ്ലൈ ചെയ്യുമ്പോൾ യു ഗെറ്റ് X and Y. ദെൻ ആഡ് ദം ബോത്ത്, യു ഹാവ് ദി വിഡ്ത്ത് ഓഫ് ദി റിവർ. യെസ്, എളുപ്പമല്ലേ. നൗ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Yes, next question. Exercise 9.1, question number 6. Important പറഞ്ഞാൽ very 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 important. ബോർഡ് എക്സാമിന് ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റൻ ആണ് കേട്ടോ. എന്താണ് ഈ ക്വസ്റ്റൻ? A 1.5 meter tall boy is standing at some distance from a 30 meter tall building. The angle of elevation from his eyes to the top of the building increases from 30 degrees to 60 degrees. As he walks towards the building, find the distance he walked towards the building. അപ്പോൾ ഇത് ആദ്യം വായിക്കുമ്പോൾ ഒന്നും മനസ്സിലാവില്ല. അപ്പോൾ എന്ത് ചെയ്യണം, 2-3 വട്ടം വായിച്ച് നോക്കിയാലേ വല്ലതും ക്ലിയർ ആവത്തുള്ളൂ കേട്ടോ. അപ്പോൾ എങ്ങനെ വരും അത്? A 1.5 meter tall boy is standing at some distance from a 30 meter tall building. അപ്പോൾ ഒരു ബോയുമുണ്ട്, ഒരു ടോൾ ബിൽഡിംഗ് ഉണ്ട്. ഓക്കെ, അപ്പോൾ the tall building, I take BD and the boy I'll take it as AB. Now ഈ പോയിൻ്റ് ഹൈറ്റ് പറഞ്ഞിട്ട്, പോയിൻ്റ് ഹൈറ്റ് എത്ര പറഞ്ഞേക്കണം അവർ? 1.5 മീറ്റർ. ഓക്കെ, സോ 1.5 മീറ്റർ. A 1.5 meter tall boy standing at some distance from a 30 meter tall building. 30 മീറ്റർ ഇതും തന്നിട്ടുണ്ട്. ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് 30 മീറ്ററും തന്നിട്ടുണ്ട്. ഇനി എന്താ അവർ പറയണത് ശ്രദ്ധിക്കാം. ദി ആംഗിൾ ഓഫ് എലിവേഷൻ ഫ്രം ഹിസ് ഐസ് ടു ദ ടോപ്പ്. ആംഗിൾ ഓഫ് എലിവേഷൻ ഇതാണ് ഐസ് അല്ലേ. ദിസ് ഇസ് വെയർ ദ ഐസ് ഇസ് ആൻഡ് ദിസ് ഇസ് ദി ടോപ്പ് ഓഫ് ദി ബിൽഡിംഗ്. ആംഗിൾ ഓഫ് എലിവേഷൻ പറഞ്ഞാൽ എന്താ, ഒബ്സർവർ താഴെയും ഒബ്ജക്റ്റ് മുകളിലും. ആംഗിൾ ഓഫ് എലിവേഷൻ മീൻസ് വാട്ട്, ഒബ്സർവർ താഴെയും ഒബ്ജക്റ്റ് മുകളിലും. അപ്പോൾ ഇതല്ല ഒബ്സർവർ നമ്മളുടെ, ഇത് ഒബ്സർവറും ഇത് ഒബ്ജക്റ്റുമാണ് അല്ലേ. അപ്പോൾ നമുക്ക് ആംഗിൾ ഓഫ് എലിവേഷൻ വരയ്ക്കുമ്പോൾ ഇങ്ങനെ വേണം വരയ്ക്കാൻ. ദിസ് ഇസ് ഹൗ യു ഷുഡ് ഡ്രോ. ഓക്കെ, ഇതെന്താ നമ്മൾ എ ബി എന്ന് പറയുന്നത് നമ്മൾ ലൈൻ ഓഫ് സൈറ്റ്. വാട്ട് ഈസ് എ ബി? എ ബി കോൾഡ് ആസ് ലൈൻ ഓഫ് സൈറ്റ്. ഇനി എന്താ, ഒബ്സർവർ നമുക്ക് ഹൊറിസോണ്ടലും വരയ്ക്കണ്ടേ. സോ വിൽ ഡ്രോ ദി ഹൊറിസോണ്ടലും വരച്ചു. ഇനി ഒരു കാര്യം നോക്കേണ്ടത് കുട്ടികളെ, ഇത് ഫുൾ എത്രയാണ്? ഹൈറ്റ് ഓഫ് ദി ടവർ, ഹൈറ്റ് ഓഫ് ദി ബിൽഡിംഗ് 30 മീറ്റർ അല്ലേ. ഹൈറ്റ് ഓഫ് ദി ബിൽഡിംഗ് 30 മീറ്റർ. ഇത് മാത്രം 1.5. അപ്പോൾ ഇതും 1.5 മീറ്റർ ആവില്ലേ. അപ്പോൾ ഈ ബാക്കി വരുന്നതോ ഇത് 28.5 മീറ്റർ. ഓക്കെ, സോ എങ്ങനെയാണ്, ഇത് 1.5 മീറ്റർ, ഇത് 28.5 മീറ്റർ. ഇത് കോൺസെപ്റ്റ് ക്ലിയർ ആണോ? അതായത് ഈ ഹൈറ്റ് ഓഫ് ദി ബോയ്, ഈ ഹൈറ്റ് ഓഫ് ദി സെയിം അല്ലേ, അത് 1.5 വന്നു. ബാക്കി 30 1.5 പോയി എത്ര? 28.5. ഇനി എ ബി വേണ്ട അല്ലേ, എ സി എടുക്കാം. ബി ഓൾറെഡി നമ്മൾ മെൻഷൻഡ, ഇത് ഇ എടുക്കാം. ഇനി എന്താ വേണ്ടത്? നൗ ഇനി നോക്ക്. യെസ്, ദി ആംഗിൾ ഓഫ് എലിവേഷൻ ഫ്രം ഹിസ് ഐസ് ടു ദി ടോപ്പ് ഓഫ് ദി ബിൽഡിംഗ് ഇൻക്രീസസ് ഫ്രം 30 degrees to 60 degrees. അപ്പോൾ ആദ്യം 30 ഡിഗ്രിയാണ്. ഓക്കെ, ഞാൻ വേണമെങ്കിൽ ഫിഗർ കുറച്ച് എൻലാർജ് ചെയ്യാം.
ഇത് ആദ്യത്തെ സിനാരിയോ എത്രയാണ്? 30 ഡിഗ്രീസാണ്. പിന്നെന്താ, പുള്ളിക്കാരൻ കുറച്ച് നടന്നു അല്ലേ, പുള്ളിക്കാരൻ കുറച്ച് നടന്ന് മുന്നോട്ട് പോയി. ഇപ്പോൾ മുന്നോട്ട് പോകുമ്പോൾ എന്താ ഈ ഒരു പോയിൻ്റ് എടുക്കണം ഞാൻ, ഈ ഒരു പോയിൻ്റാണ് എഫ്. ഓക്കെ, ഇനി എന്താ, ആ സെയിം ഹൈറ്റ് ഇത് ജോയിൻ ചെയ്യാണ്. ഇതും 1.5 ആണ്. ഹൈറ്റ് ഓഫ് ദി ബോയ് സെയിം അല്ലേ, എഫ് ജി. ഓക്കെ, ഇനി ഇവിടുന്ന് ആംഗിൾ ഓഫ് എലിവേഷൻ എത്ര അവിടെ പറയണേ? ആംഗിൾ ഓഫ് എലിവേഷൻ ചേഞ്ചസ് ടു 60 ഡിഗ്രീസ്. ഇതെത്ര വരണേ? ഇത് 60 ഡിഗ്രീസ്. ഇങ്ങനെയാണ് ഫിഗർ വരിക. ഓക്കെ, ആദ്യം പുള്ളിക്കാരൻ ഇവിടെയായിരുന്നു, ഇവിടെ നിന്ന് നോക്കുമ്പോൾ 30 ഡിഗ്രീസ് ആയിരുന്നു. പിന്നെ പുള്ളിക്കാരൻ കുറച്ച് ദൂരം നടന്ന ദൂരം എന്താ, സി ജി ആണ് നടന്ന ദൂരം. പുള്ളിക്കാരൻ കുറച്ച് നടന്നിട്ട് പുള്ളിക്കാരൻ എഫ് ജിയിലെത്തി. ഇതാണ് ബോയ്, ഇത് ബോയ് ആണ്, കാരണം ഹൈ തലയൊക്കെ വരും. ഇത് ബോയ്. എന്നിട്ട് ബോയ് ഇവിടുന്ന് ആംഗിൾ ഓഫ് എലിവേഷൻ എത്രയാണ്? 60 ഡിഗ്രീസ്. ഇത് ക്ലിയർ ആണ് എല്ലാവർക്കും? ഫിഗർ ക്ലിയർ അല്ലേ? ആദ്യം എ സിയിലായിരുന്നു, ഇവിടെ തലവനെ വരയ്ക്കാം. ആദ്യം എ സിയിലായിരുന്നു, ആംഗിൾ ഓഫ് എലിവേഷൻ 30 ഡിഗ്രീസ് ആക്കി. പിന്നെ പുള്ളി നടന്ന് എഫ് ജിയിലെത്തിയിട്ട് പുള്ളിക്കാരൻ നോക്കിയപ്പോൾ എത്രയാണ്? ആംഗിൾ ഓഫ് എലിവേഷൻ 60 ഡിഗ്രീസ് ആണ് വരണത്. ഇനി നമ്മൾ ചോദിച്ചേക്കണേ ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ഹി വാക്ക് ടുവേർഡ്സ് എ ബിൽഡിംഗ്. ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ഹി വാക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ എക്സ്, ഇത് വൈ. അപ്പം ഇത് എക്സ് ആവുകയാണെങ്കിൽ ഇതും എക്സ് ആവത്തില്ലേ? ഇതും എക്സ്, ഇതും വൈ. ഓക്കെ, നോ പ്രോബ്ലം. നമുക്ക് എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? അപ്പോൾ നമുക്ക് 2 ട്രയാങ്കിൾ ഉണ്ട്, ശ്രദ്ധിക്കുക. നമ്മൾ ആദ്യത്തെ ട്രയാങ്കിൾ എടുക്കുമ്പോൾ ഇത് വരും. രണ്ടാമത്തെ ട്രയാങ്കിൾ എടുക്കുമ്പോൾ ഞാൻ വേറെ കളർ യൂസ് ചെയ്യാം. രണ്ടാമത്തെ ട്രയാങ്കിൾ യൂസ് ചെയ്യുമ്പോൾ ഇതായിരിക്കും രണ്ടാമത്തെ ട്രയാങ്കിൾ. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം 60 ഡിഗ്രി ട്രയാങ്കിൾ എടുക്കാം. 60 ഡിഗ്രി ട്രയാങ്കിൾ എടുക്കുമ്പോൾ എങ്ങനെയാണ്? ഇൻ ട്രയാങ്കിൾ ബി എഫ് ഇ, ഇൻ ട്രയാങ്കിൾ ബി എഫ് ഇ ടാൻ 60 എന്ന് പറഞ്ഞാൽ എന്താണ്? ബി ഇ ബൈ എഫ് ഇ. ടാൻ 60 പറഞ്ഞാൽ √3 = ബി ഇ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 28.5 ബൈ എഫ് ഇ എത്രയാണ്? വൈ. സോ ദെർഫോർ y = 28.5 ബൈ √3. ഇതായിരിക്കും വൈൻ്റെ വാല്യൂ. ഇക്വേഷൻ നമ്പർ 1. ഇനി ഞാൻ കിട്ടുമോ നമുക്ക് നോക്കാം അല്ലേ? ഇൻ ട്രയാങ്കിൾ ബി എ ഇ. അടുത്ത് ഇൻ ട്രയാങ്കിൾ ബി എ ഇ ടാൻ 30 എടുത്ത് നോക്കിയേ. ടാൻ 30 എന്ന് പറഞ്ഞാൽ ബി ഇ ബൈ ഫുൾ ലെങ്ത്. താഴത്തെ ഫുൾ ലെങ്ത് ഏതാ? ആ പർപ്പിൾ നോക്കിയാൽ മതി. പർപ്പിൾ നോക്കുമ്പോൾ എ ഇ അല്ലേ, ഫുൾ ലെങ്ത് എ ഇ, ബി ഇ ബൈ എ ഇ. അപ്പോൾ ടാൻ 30 എന്ന് പറഞ്ഞാൽ 1 ബൈ √3 = ബി ഇ എത്രയാണ്? 28.5 ബൈ എ ഇ എത്രയാണ്? എക്സ് പ്ലസ് വൈ. ഇനി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയേ. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെയാണ്? എക്സ് പ്ലസ് വൈ = 28.5 √3 കിട്ടും നമുക്ക്, കിട്ടും. ഓക്കെ, സോ ബേസിക്കലി എന്താ വൈ എത്രയാണ്? വൈ 28.5 ബൈ 3 അല്ലേ? ആ വൈ വാല്യൂ ഇട്ട് കൊടുത്ത് നോക്കിയേ. സോ ദാറ്റ് ഇംപ്ലൈസ് എക്സ് പ്ലസ് 28.5 ബൈ √3 = 28.5 √3. പട്ടി കുറയ്ക്കണ്ട്. ഓക്കെ, സോറി. സോ എക്സ് = 28.5 √3 മൈനസ് നോക്കിയേ, ഈ പോസിറ്റീവ് 28.5 ബൈ √3 റൈറ്റിലേക്ക് കൊണ്ടുവരുമ്പോൾ എന്താവും? 28.5 ബൈ √3. ഓക്കെ, ഇനി LCM എടുത്താൽ കിട്ടുമോ? LCM എടുത്താൽ കിട്ടണം. ഓക്കെ, ഇൻറ്റു √3 ഇൻറ്റു √3. അപ്പോൾ എത്രയാണ് കുട്ടികളെ? 28.5 ഇൻറ്റു 3 എത്ര? 28.5 ഇൻറ്റു 3 855. അപ്പോൾ 85.5 മൈനസ് 28.5 ബൈ √3 വരും. ഓക്കെ, സോ ദാറ്റ് ഇംപ്ലൈസ് എക്സ് = ഇതിന് കുറയ്ക്കാനുള്ള അവർ 757 വരും. 57 ബൈ √3 അല്ലേ? ഇനി റാഷണലൈസ് ചെയ്ത് ഇൻറ്റു √3 ഇൻറ്റു √3. അപ്പോൾ എക്സ് =
57√3/3 കട്ട് ചെയ്യാലോ. 119. അപ്പോൾ x = 19√3 മീറ്റർ. അപ്പോൾ 19√3 മീറ്റർ ആണ് ആര് ആ ബോയ്. ദാറ്റ് ഇസ് ദ ഡിസ്റ്റൻസ് ദാറ്റ് ഹി വാക്ക് ടുവേർഡ്സ് ദ ബിൽഡിംഗ്. ഓക്കെ, നമുക്ക് നോക്കിയാലോ. ഒരു സംശയം ഇനി അഥവാ തെറ്റിയോ. 9.160%. സിമ്പിൾ. എന്താണ് പുട്ടുപോലെ നമ്മളെ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്തു. യെസ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. അങ്ങനെ അപ്പോൾ നമ്മൾ ആംഗിൾ ഓഫ് എലിവേഷനും ആംഗിൾ ഓഫ് ഡിപ്രഷനും നോക്കി. ഇനി നമ്മളൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഓക്കെ, അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ ചാപ്റ്റർ. എളുപ്പമാണ് ഈ ചാപ്റ്റർ. ബേസിക്കലി ബോർഡ് എക്സാമിന് ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോണ ക്വസ്റ്റൻ ഒന്നും ചോദിക്കത്തില്ല, എളുപ്പത്തിൽ ക്വസ്റ്റൻ ചോദിക്കില്ല. പക്ഷേ കൂടുതലും നമ്മൾ സ്പീഡിനൊക്കെ ക്വസ്റ്റൻ ഉണ്ട്. പിന്നെ ടെക്സ്റ്റ് ബുക്ക് ഓറിയൻറ്റഡ് ആയിരിക്കും ഈ ചാപ്റ്ററിന് കൂടുതലും വരും. ഓക്കെ, സോ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റൻ ചെയ്യാം. ഓക്കെ, ആ ക്വസ്റ്റൻ എങ്ങനെയാണ്? എ ടവർ സ്റ്റാൻഡ്സ് വെർട്ടിക്കലി ഓൺ ദ ഗ്രൗണ്ട് ഫ്രം എ പോയിന്റ് ഓൺ ദ ഗ്രൗണ്ട് വിച്ച് ഇസ് 15 മീറ്റർ എവേ ഫ്രം ദ ഫുട്ട് ഓഫ് ദി ടവർ. ഫുട്ട് ഓഫ് ദി ടവർ ഇപ്പോൾ നോക്കിക്കോ, ഇത് ടവർ ആണെങ്കിൽ, ഓക്കെ ലിസൺ, ഇത് ടവർ ആണെങ്കിൽ ഇതിൻ്റെ ഫൂട്ട് എന്ന് പറഞ്ഞാൽ ഏറ്റവും ബോട്ടം മോസ്റ്റ് പോയിൻ്റ് ആണ്. ഇതാണ് ഫൂട്ട്. ഓക്കെ, ടോപ്പ് ഓഫ് ദി ബിൽഡിംഗ് പറഞ്ഞാൽ അതിൻ്റെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് പോയിന്റ്. ഇപ്പോൾ ഇതൊരു മനുഷ്യൻ. ഓക്കെ, ഞാൻ പറയാം. ഇതാ ഈ ഒരു ഡിനോസർ എടുക്കുക. ഈ ഡിനോസറിൻ്റെ ഫൂട്ട് ഇതാ ഇതല്ലേ? ഓക്കെ, അതേപോലെ തന്നെ. ഓക്കെ, ഇത് കിൻഡർ ജോയ് ആണ്. ഓക്കെ, സോ എ ടവർ സ്റ്റാൻഡ്സ് വെർട്ടിക്കലി ഓൺ ദ ഗ്രൗണ്ട് ഫ്രം എ പോയിന്റ് ഓൺ ദ ഗ്രൗണ്ട് വിച്ച് ഇസ് 15 മീറ്റർ എവേ ഫ്രം ദ ഫുട്ട് ഓഫ് ദി ടവർ. The angle of elevation of the top of the tower is found to be 60 degrees. Find the height of the tower. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ കിട്ടുകഴിഞ്ഞാൽ ഞാൻ എപ്പോഴും എന്താ ചെയ്യാമെന്നറിയോ? ഞാൻ ആദ്യം ഗ്രൗണ്ട് ഒന്ന് വരയ്ക്കും. ഓക്കെ, ഗ്രൗണ്ട് ഞാൻ വരച്ചു. ഇനി ഈ ഗ്രൗണ്ടിൽ എന്തുണ്ട്? എ ടവർ സ്റ്റാൻഡ്സ് വെർട്ടിക്കലി അല്ലേ? എ ടവർ സ്റ്റാൻഡ്സ് വെർട്ടിക്കലി ഓൺ ദ ഗ്രൗണ്ട്. അപ്പോൾ ഒരു ടവർ ഞാൻ വരച്ചു. എന്നിട്ട് ആ ടവറിനെ TW എന്ന് കൊടുത്തു. ഓക്കെ, TW ഞാൻ കൊടുത്തു. ഇനി ഫ്രം എ പോയിന്റ് ഓൺ ദ ഗ്രൗണ്ട്. അപ്പോൾ നമ്മൾ ഗ്രൗണ്ട് ഉണ്ട് അല്ലേ? അപ്പോൾ ഗ്രൗണ്ടിൽ ഒരു പോയിന്റ് ഞാൻ എടുത്തു. ഇതാ ഫ്രം എ പോയിന്റ് P ഈസ് എ പോയിന്റ് ഓൺ ദ ഗ്രൗണ്ട് വിച്ച് ഇസ് 15 മീറ്റർ എവേ ഫ്രം ദ ഫുട്ട് ഓഫ് ദി ടവർ. എന്താ അവർ പറയുന്നത്? ആ പോയിന്റ് 15 മീറ്റർ എവേ ഫ്രം ദി ഫുട്ട് ഓഫ് ദി ടവർ. ആ ടവറിൻ്റെ ഏറ്റവും അടിഭാഗത്ത് നിന്ന് 15 മീറ്റർ എവേ ആണ് ആ പോയിന്റ്. ഓക്കെ, സോ ആ പോയിന്റ് 15 മീറ്റർ എവേ എടുത്തു. ഇനി എന്താണ് അവർ പറയുന്നത്? ദി ആംഗിൾ ഓഫ് എലിവേഷൻ ഓഫ് ദി ടോപ്പ് ഓഫ് ദി ടവർ ഇസ് ഫൗണ്ട് ടു ബി 60 ഡിഗ്രി. അപ്പോൾ ആംഗിൾ ഓഫ് എലിവേഷൻ ആണ് പറയുന്നത്. ആംഗിൾ ഓഫ് എലിവേഷൻ നമ്മുടെ കോൺസെപ്റ്റ് എന്താ? ഒബ്സർവർ താഴെയും ഒബ്ജക്റ്റ് മുകളിലല്ലേ അല്ല? എങ്ങനെയല്ലേ വരിക? എന്താ, ഇതാണ് ഒബ്സർവർ, ഇതാണ് ഒബ്ജക്റ്റ്, ഇത് ലൈൻ ഓഫ് സൈറ്റ്, ഇത് ഹൊറിസോണ്ടൽ. അപ്പോൾ ഇതാണ് നമ്മളെ തീറ്റ, ആംഗിൾ ഓഫ് എലിവേഷൻ എന്ന് പറയുന്ന ആംഗിൾ. അപ്പോൾ അത് ബേസിക്കലി എത്രയാണ്? ആദ്യം തീറ്റയായിട്ട് എടുത്തു. തീറ്റ എന്താണ്? ബേസിക്കലി നമുക്കത് ആംഗിൾ ഓഫ് എലിവേഷൻ. തീറ്റ എത്ര? 60 ഡിഗ്രി അല്ലേ? ഓക്കെ, ഞാൻ 60 ഡിഗ്രി എന്ന് ഞാൻ ഇവിടെ മാർക്ക് ചെയ്തു. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത് കുട്ടികളെ? ഹൈറ്റ് ഓഫ് ദി ടവർ. അപ്പോൾ H ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ശ്രദ്ധിക്കുക, ബോർഡ് എക്സാമിന് ആദ്യം നമുക്ക് എന്താ ചെയ്യേണ്ടത്? ചിലപ്പോൾ ചില ക്വസ്റ്റൻസ് ഒരു വട്ടം വായിച്ചാൽ മനസ്സിലാവത്തില്ല ഫിഗർ എങ്ങനെ വരയ്ക്കണമെന്ന്. അപ്പോൾ 2-3 വട്ടം ഒക്കെ വായിക്കേണ്ടി വരും. ദാറ്റ് ഈസ് നോട്ട് എ പ്രോബ്ലം അറ്റ് ഓൾ. യു ഹാവ് ടു ഡു ഇറ്റ്. ഓക്കെ, സോ കുട്ടികളെ ഇവിടെ നമുക്ക് H കണ്ടുപിടിക്കണം അല്ലേ? അപ്പോൾ ഇതൊരു ഡയറക്റ്റ്ലി റൈറ്റ് ട്രയാങ്കിൾ അല്ലേ? ഡയറക്റ്റ്ലി റൈറ്റ് ട്രയാങ്കിൾ പറഞ്ഞാൽ ഇവിടെ ഒരു 90 ഡിഗ്രി ആംഗിൾ ഉണ്ട്. സോ ഹൗ ക്യാൻ യു ടേക്ക്? ഓക്കെ, 60 ഡിഗ്രിയുടെ അഡ്ജസ്റ്റൻ്റ് സൈഡ് അറിയാം, 60 ഡിഗ്രി ഓപ്പോസിറ്റ് സൈഡ് കണ്ടുപിടിക്കണം. അപ്പോൾ ഓപ്പോസിറ്റും അഡ്ജസ്റ്റൻറ്റും തമ്മിലുള്ള റിലേഷൻ എന്താ? ടാൻ അല്ലേ? അപ്പോൾ യു ക്യാൻ ടേക്ക് ഡയറക്റ്റ്ലി ടാൻ 60. എക്സാമിന് ഡിസ്ക്രിപ്ഷൻ ചെയ്തും let TW be the height of the tower which is taken as H meter and PW be the distance of the point from the foot of the tower. You have to mention that. ഞാൻ അപ്പോൾ അത് എഴുതുന്നില്ല. ഓക്കെ, സോ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? tan 60 is equal to TW by കാണാലോ? യെസ്, PW tan 60 പറഞ്ഞാൽ √3. TW എന്താ? H by 15. Therefore H is equal to 15√3 മീറ്റർ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? നമുക്ക് കിട്ടിയത് എന്താ? ഹൈറ്റ് ഓഫ് ദി ടവർ നമുക്ക് 15√3 മീറ്റർ എന്നായി. സിമ്പിൾ അല്ലേ?
ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സോ ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ എക്സാമ്പിൾ 3 ആണ്. ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ച എല്ലാവരും. പ്ലീസ് റീഡ് ദ ക്വസ്റ്റ്യൻ. ആൻ ഒബ്സർവർ 1.5 മീറ്റർ ടോൾ. അപ്പോൾ ഇവിടെ എന്താ പറയണത്? ഒബ്സർവർ 1.5 മീറ്റർ ഹൈറ്റിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. is 28.5 meter away from a chimney. The angle of elevation of the top of the chimney from her eyes is 45 degrees. What is the height of the chimney? അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നോക്ക്, ഹെർ അല്ലേ, അപ്പോൾ ഞാൻ GL നിർത്തും. ഇതാണ് ഗേൾ ആൻഡ് ഗേളുടെ ഹൈറ്റ് 1.5 മീറ്റർ. ഓക്കെ, ഗേളുടെ ഹൈറ്റ് 1.5 മീറ്റർ എന്ന് പറഞ്ഞു. ഷീ ഈസ് 28.5 മീറ്റർ ഫ്രം ദ ചിമ്നി. അപ്പോൾ ചിമ്നി നമുക്ക് എങ്ങനെ എടുക്കാം? ചിമ്നി ഞാൻ എടുത്തു. അപ്പോൾ ചിമ്നി CH. ഓക്കെ, നൗ ഇത് 28.5 മീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ദി ആംഗിൾ ഓഫ് എലിവേഷൻ ഓഫ് ദി ടോപ്പ് ഓഫ് ദി ചിമ്നി ഫ്രം ഹെർ ഐസ്. ആംഗിൾ ഓഫ് എലിവേഷൻ എവിടെ നിന്നാണ്? ഫ്രം ഹെർ ഐസ്. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഫ്രം ഹെർ ഐസ് എന്ന് പറഞ്ഞാൽ ഐസ് എവിടെയാണ്? തലയിലല്ലേ? തല ഏതാ? പോയിൻറ്റ് G അല്ലേ? ഓക്കെ, പോയിൻറ്റ് G ആണ് നമ്മൾ ഗേളുടെ ഹെഡ് വരുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ഐസ് എടുക്കേണ്ടത്. അപ്പോൾ ആ ഐസിന് പോയിൻറ്റ് Cയിലേക്ക് എത്രയാണ്? 45 ഡിഗ്രീസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ ആംഗിൾ ഓഫ് എലിവേഷനാണ്. ആംഗിൾ ഓഫ് എലിവേഷൻ എന്ന് പറയുമ്പോൾ നോക്കിയേ, ഇവിടെ ഓൾറെഡി മെൻഷൻഡ് ആണ് ആൻ ഒബ്സർവർ. അപ്പോൾ ഏതാ? ഗേളാണ് നമ്മളുടെ ഒബ്സർവറും. ഓക്കെ, സോറി, ഗേളല്ല, ഇതാണ് നമ്മുടെ ഒബ്സർവറിൻ്റെ പോയിൻ്റ്. ഓക്കെ, ഇതാണ് നമ്മളുടെ ഒബ്ജക്റ്റിൻ്റെ പോയിൻറ്റും. ഓക്കെ, സോ ഇവിടുന്ന് എത്രയാണ് ആംഗിൾ പറയുന്നത്? 45 ഡിഗ്രീസ് അല്ലേ? അപ്പോൾ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, ഇതല്ല ലൈൻ ഓഫ് സൈറ്റ്, ഇതാണ് ലൈൻ ഓഫ് സൈറ്റ്. ഇനി എന്താ? ഹൊറിസോണ്ടൽ എപ്പോഴും ഒബ്സർവർ എന്നായിരിക്കും. അപ്പോൾ ഞാൻ ഒബ്സർവറിന് ഹൊറിസോണ്ടൽ വരച്ചു. ഓക്കെ, GA നിർത്തുക പോയിൻ്റ്. ഇനി ഇതാണ് നമുക്ക് എന്ത് കുട്ടികളെ? ബേസിക്കലി ഇത് ഹൊറിസോണ്ടലായി അല്ലേ? ഇത് ഹൊറിസോണ്ടലായി, ഇത് ലൈൻ ഓഫ് സൈറ്റായി. ഇവർ നടുക്കാണ് എത്ര നമ്മുടെ ആംഗിൾ ഓഫ് എലിവേഷൻ? 45 ഡിഗ്രീസ് വരുന്നത്. ഓക്കെ, നമുക്ക് എന്താ? ഹൈറ്റ് ഓഫ് ദി ചിമ്നിയാണ് എടുക്കേണ്ടത്. ഹൈറ്റ് ഓഫ് ദി ചിമ്നി. അപ്പോൾ ഞാൻ എന്താ ചെയ്യണേ? സിമ്പിളായിട്ട് ഞാൻ പറയാം. ഇവിടെ നോക്ക്, ഇത് 1.5 മീറ്റർ അല്ലേ? ഇത് 1.5 മീറ്റർ ആണെങ്കിൽ ഇതിന് ഡയറക്റ്റ് ഓപ്പോസിറ്റ് ഇതും 1.5 മീറ്റർ അല്ലേ? അല്ലേ? അപ്പോൾ എനിക്ക് ഡയറക്റ്റ്ലി ഇത് 1.5 മീറ്റർ എന്ന് എഴുതാം. ഓക്കെ, പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ട കുട്ടികളെ? ഈ AC ഞാൻ H എടുക്കുന്നു. ഓക്കെ, AC ഞാൻ H എടുത്തു. അപ്പോൾ ഹൈറ്റ് ഓഫ് ദി ചിമ്നി എന്ന് പറയുന്നത് H+1.5 ആണ്. ഓക്കെ, H+1.5. സോ നമുക്ക് കണ്ടുപിടിക്കാം. വേറൊരു കാര്യം നോക്കിയേ, ഇത് 28.5 ആണെങ്കിൽ ഇതും 28.5 അല്ലേ? ഇതൊരു റെക്റ്റാങ്കിളായിട്ട് മാറി. ഇത് കംപ്ലീറ്റ്ലി ഒരു റെക്റ്റാങ്കിളാണ് അല്ലേ? അപ്പോൾ ഇത് 28.5 ആണെങ്കിൽ എന്താ? ഇതും 28.5. അപ്പോൾ ഇതും 28.5 മീറ്റർ. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാം? ഞാൻ tan 45 എടുക്കുക. tan 45 ഇൻ ട്രയാങ്കിൾ CGA tan 45 എടുത്താൽ എങ്ങനെയാണ്? ഓപ്പോസിറ്റ് പറയുന്നത് H, അഡ്ജസ്റ്റൻ്റ് പറയുന്നത് 28.5. tan 45 1 അല്ലേ? അപ്പോൾ H/28.5. അപ്പോൾ H ഈക്വൽ ടു എന്താ? 28.5 മീറ്റർ. അപ്പോൾ H 28.5 മീറ്റർ കിട്ടി അല്ലേ? H നമുക്ക് എത്ര കിട്ടി കിട്ടില്ല? 28.5 മീറ്റർ. അപ്പോൾ നമ്മൾ ഹൈറ്റ് ഓഫ് ദി ടവർ എത്രയാണ്? ചിമ്നി എത്രയാണ്? ഹൈറ്റ് ഓഫ് ദി ചിമ്നി പറഞ്ഞാൽ 28.5ഉം ഈ 1.5ഉം. സോ ദെർഫോർ കാണാലോ, ഹൈറ്റ് ഓഫ് ചിമ്നി എന്ന് പറയുന്നത് എത്രയാണ്? 28.5 + 1.5 മീറ്റർ, ദാറ്റ് ഈസ് 30 മീറ്റർ. ഇത്രയേ ഉള്ളൂ സംഭവം. വളരെ 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 ഈസി ക്വസ്റ്റ്യൻ ആണ്. യെസ്, ഇത് ഓക്കെ അല്ലേ എല്ലാവർക്കും? ഓക്കെ, അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഈ ക്വസ്റ്റ്യൻസ് ഒന്ന് നോട്ട് ചെയ്യുക. നോട്ട്ബുക്ക് എപ്പോഴും കയ്യിൽ വെക്കുക. ക്വസ്റ്റ്യൻസ് ഒക്കെ നോട്ട്ബുക്കിൽ നോട്ട് ചെയ്യുക, എന്നിട്ട് ചെയ്യുക കേട്ടോ. ഈ നോട്ട്സ് എല്ലാം നമ്മൾ ടെലിഗ്രാം ഗ്രൂപ്പിൽ നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ബോർഡ് എക്സാമിന് വളരെ വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഓൾസോ വിൽ ബി ഷെയറിംഗ് ത്രൂ ദ ടെലിഗ്രാം ഗ്രൂപ്പ്. ഇനി അടുത്ത്
ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ പ്രീ ബോർഡ്സിനൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, നമുക്ക് സോൾവ് ചെയ്താലോ? യെസ്, നമ്മുടെ ക്വസ്റ്റൻ ഇങ്ങനെയാണ്. ദ ഷാഡോ ഓഫ് എ ടവർ സ്റ്റാൻഡിങ് ഓൺ എ ലെവൽ ഗ്രൗണ്ട്. അപ്പോൾ ഒരു ടവർ ഉണ്ട്, ടവർ ഇസ് ഓൺ ദി ഗ്രൗണ്ട്, കോമൺ സെൻസ് അല്ലേ? ഓക്കെ, ദ ഷാഡോ ഓഫ് എ ടവർ സ്റ്റാൻഡിങ് ഓൺ എ ലെവൽ ഗ്രൗണ്ട് ഈസ് ഫൗണ്ട് ടു ബി 40 meter longer when the sun's altitude is 30 degrees than when it is 60 degrees. Find the height of the tower. അപ്പോൾ കുട്ടികൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടതാ ഈ ലോങ്ങർ പറയുമ്പോൾ ഏതാണ് 40 എന്ന് എടുക്കേണ്ടത് സംശയം വരും. സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇവിടെ നോക്ക്, ഞാൻ ഗ്രൗണ്ട് വരച്ചു, ടവറും വരച്ചു. ഓക്കെ, ഇതാണ് എൻ്റെ ടവർ. അപ്പോൾ TW നമ്മൾ ടവർ എടുത്തു. ഇനി ശ്രദ്ധിക്കാം, ദ ഷാഡോ ഓഫ് എ ടവർ സ്റ്റാൻഡിങ് ഓൺ എ ലെവൽ ഗ്രൗണ്ട് ഈസ് ഫൗണ്ട് ടു ബി 40 meter longer when the sun's altitude is 30 degrees than it is 60 degrees. അപ്പോൾ ശ്രദ്ധിക്കാം, 2 പോയിൻ്റാണ് അവർ റെഫർ ചെയ്യണത്. ഒരെണ്ണം 30 degree പോയിൻറ്റും ഒന്ന് 60 degree പോയിൻറ്റും. ശ്രദ്ധിക്കുക, 2 പോയിൻറ്റ്സ് ഓൺ ദ ഗ്രൗണ്ട്, 30 degree പോയിൻറ്റും 60 degree പോയിൻറ്റും. എപ്പോഴും ഇത് 90 ആണെങ്കിൽ 90യുടെ അടുത്ത് വരുന്നത് എപ്പോഴും നെക്സ്റ്റ് ഗ്രേറ്റർ ആംഗിൾ ആയിരിക്കും. 90 അല്ല, കമ്പാരിറ്റീവ്ലി ഏതാണോ ഗ്രേറ്റർ അതായിരിക്കും. അല്ലെങ്കിൽ 90യുടെ തൊട്ട് താഴെ ആംഗിൾ അത് എത്രയാണ് കുട്ടികളെ? 60 degree. പിന്നെയാണ് നമ്മൾ 30 degree ആംഗിൾ വരിക. ഓക്കെ, 30 degree ആംഗിൾ. ഇനി എന്താ അവർ പറയണേ? ലെവൽ ഗ്രൗണ്ട് ഈസ് ഫൗണ്ട് ടു ബി 40 meter longer when the sun's altitude is 30 degree. ഓക്കെ, സോ ബേസിക്കലി 30 degree ആകുമ്പോൾ ഷാഡോ 40 meter ലോങ്ങർ ആണ്. അപ്പോൾ എന്താണ് കുട്ടികളെ? ഈ ലെങ്ത്ത് നമുക്ക് 40 meter എന്നറിയാം. ഇനി ഈ ലെങ്ത്ത് ഞാൻ എന്താ എക്സ് മീറ്റർ എടുത്തു, ഹൈറ്റ് ഓഫ് ദി ടവർ ഞാൻ എച്ചും എടുത്തു. ഇങ്ങനെയാണ് കോൺസെപ്റ്റ് വരിക. എങ്ങനെയാണ്? 30 ഡിഗ്രിയും 60 ഡിഗ്രിയും 2 പോയിൻറ്റ്സ് ഉണ്ട് ഗ്രൗണ്ടിൽ ആണല്ലോ. അപ്പോൾ 90യുടെ അടുത്ത് നെക്സ്റ്റ് ഗ്രേറ്റർ, 90യുടെ തൊട്ട് താഴെ ആംഗിൾ ഇതാ 60 അല്ലേ? അപ്പോൾ 60 മാർക്ക് ചെയ്യുക. പിന്നെയാണ് 30 degree വരിക. പിന്നെ അവരെന്താ പറയുന്നത്? 30 degree ആകുമ്പോൾ 40 meter ലോങ്ങർ, കോമൺ സെൻസ്. അപ്പോൾ ഇതല്ലേ 40 meter ലോങ്ങർ. ഓക്കെ, നമുക്ക് നിങ്ങൾ എക്സാമിന് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ കിട്ടി എന്ത് ചെയ്യേണ്ടത്? ആദ്യം ഡിസ്ക്രിപ്ഷൻ എഴുതണം, TW ബി ദി ഹൈറ്റ് ഓഫ് ദി ടവർ. പിന്നെ നമുക്ക് എന്താ എയും ബിയും എടുക്കാം അല്ലേ, 2 പോയിൻറ്റ്സ്. ഓക്കെ, ഇനി ഫൈൻഡ് ദ ഹൈറ്റ് ഓഫ് ദി ടവർ എന്നാണ് പറയുന്നത്. ഈ ഒരു ചാപ്റ്റർ നമ്മൾ കൂടുതലും ടാൻ തീറ്റ യൂസ് ചെയ്യാം. എപ്പോഴും ഓപ്പോസിറ്റും അഡ്ജസ്റ്റൻ്റ് കൂടുതലും യൂസ് ചെയ്യുക ഈ ചാപ്റ്ററിൽ. അപ്പോൾ നമുക്ക് സോൾവ് ചെയ്താലും നമുക്കാദ്യം ഇൻ ട്രയാങ്കിൾ TBW, ഇൻ ട്രയാങ്കിൾ TBW tan 60 എന്താണ്? tan 60 എന്താണ്? h/x. ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് 60യുടെ ഓപ്പോസിറ്റ് എച്ചും 60യുടെ അഡ്ജസൻറ്റ് എക്സുമാണ്. അപ്പോൾ tan 60 എന്ന് പറയുന്നത് √3 അല്ലേ? √3 = h/x. അഥവാ നമുക്ക് പറയാം h = x √3. ഇതൊരു ബോക്സിലാക്കി വെച്ചോ, ഇക്വേഷൻ നമ്പർ 1. ഇത് ഒരു ബോക്സിലാക്കി വെക്കുക, ഇക്വേഷൻ നമ്പർ 1. ഇനി ഇൻ ട്രയാങ്കിൾ, അടുത്ത ട്രയാങ്കിൾ ഇത് ശ്രദ്ധിക്കുക. ഇൻ ട്രയാങ്കിൾ ഏതാണ്? TAW. ഇൻ ട്രയാങ്കിൾ TAW എന്താണ് കുട്ടികളെ? TAW എന്ന് വരുമ്പോൾ 30, നോക്ക് ഞാൻ ശ്രദ്ധിക്കുക, ഇതാണ് നമ്മൾ എടുക്കുന്ന ട്രയാങ്കിൾ. ഈ യെല്ലോ ആണ് കംപ്ലീറ്റ്ലി നമ്മൾ എടുക്കുകയാണ്. അപ്പോൾ കംപ്ലീറ്റ്ലി നമ്മൾ 30 degree ട്രയാങ്കിൾ എടുക്കുമ്പോൾ 30യുടെ ഓപ്പോസിറ്റ് എന്താണ്? 30യുടെ ഓപ്പോസിറ്റ് എന്താണ്? എച്ച് ആണ് അല്ലേ? അപ്പോൾ എങ്ങനെയാണ്? tan 30 = ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് എച്ച് ആണ്. അഡ്ജസൻ്റ് എന്ന് പറയുമ്പോൾ നോക്കിയ കുട്ടികളെ, അഡ്ജസൻ്റ് എന്ന് പറയുമ്പോൾ എന്താ? 40 + x അല്ലേ? നിങ്ങൾ നോക്കിയാൽ മതി, 30 ഡിഗ്രിയുടെ ഒരു വാല് ഇങ്ങനെ പോകണം, ഓക്കെ, മറ്റേ വാല് ഇങ്ങനെ പോകണം, എന്നിട്ടില്ല ട്രയാങ്കിൾ ഫോം ആവണേ. അപ്പോൾ 30 അഡ്ജസൻ്റ് എന്ന് പറയുമ്പോൾ എത്രയാണ്? ഫുള്ളി 40 + x എടുക്കണം. അപ്പോൾ h/40 + x എന്ന് പറയുമ്പോൾ ഇങ്ങനെ വരും. tan 30 1/√3 = h/40 + x. സോ വെൻ യു ക്രോസ് മൾട്ടിപ്ലൈ എന്താണ്? 40 + x = h√3. 40 + x = h√3. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? എച്ചിൻ്റെ വാല്യൂ നമുക്കറിയാം x√3 ആണ് അല്ലേ? എച്ചിൻ്റെ വാല്യൂ x√3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും.
സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഇക്വേഷൻ 1 എന്ത് വരും? നമുക്ക് കിട്ടാൻ പോകുന്നത് 40 + x = h√3 എന്ന് പറയുമ്പോൾ x√3 × √3. അപ്പോൾ 3x = 40 + x. അപ്പോൾ x ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ 3x - x = 40. Therefore 2x = 40. x 20 മീറ്ററാണ് വരിക. x 20 മീറ്റർ. പക്ഷേ x കിട്ടിയിട്ട് കാര്യമില്ല, നമുക്ക് h അല്ല വേണ്ടത്, ഹൈറ്റ് ഓഫ് ദി ടവറാണ് വേണ്ടത്. അപ്പോൾ ഹൈറ്റ് ഓഫ് ദി ടവർ എന്ന് പറയുമ്പോൾ എത്രയാണ്? h = x√3 ആണ്. അപ്പോൾ 20√3 മീറ്റർ. ഇത്രയേ ഉള്ളൂ ക്വസ്റ്റൻ. അപ്പോൾ കൂടുതൽ കുട്ടികൾക്കും ഡൗട്ട് വരുന്നത് എന്താണെന്നറിയോ? സാർ നമുക്ക് √3 വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണോ വേണ്ടയോ? ക്വസ്റ്റ്യനിൽ തരികയാണെങ്കിൽ യു ഹാവ് ടു പുട്ട് ദ വാല്യൂസ്, അല്ലെങ്കിൽ ഡോണ്ട് വറി, നോ ഇഷ്യൂസ്. ഓക്കെ. യെസ്. ഇനി അടുത്ത ക്വസ്റ്റൻ ടെക്സ്റ്റ് ബുക്കിലാണ്. ക്വസ്റ്റൻ നമ്പർ 10, exercise 9.1. The question is like this. 2 poles of equal heights are standing opposite each other. അപ്പോൾ 2 poles ഇങ്ങനെ നിൽക്കുന്നുണ്ട്. each other on the side of the road which is 80 meter wide. എന്നിട്ട് ഈ ഡിസ്റ്റൻസിൽ ഈ 2 poles തമ്മിലുള്ള ഡിസ്റ്റൻസ് അത് 80 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. ഫ്രം എ പോയിന്റ് ബിറ്റ്വീൻ ദം ഓൺ ദി റോഡ് the angle of elevation of the top of the poles are 60 degrees and 30 degrees. അപ്പോൾ ഫിഗർ ഈസിയാണ്. ഈ ക്വസ്റ്റൻ അങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഓക്കെ. അതായത് റോഡിൽ എന്താ 2 പോൾസ് ഉണ്ട്. ഓക്കെ, വി കോൾ ഇറ്റ് as A, B, C and D. ഇത് പോയിന്റ് E. ഓക്കെ. സോ വാട്ട് ഡു ദേ സേ? ഫ്രം എ പോയിന്റ് ഓൺ ദി റോഡ് ആംഗിൾ ഓഫ് എലിവേഷൻ. അപ്പോൾ ആംഗിൾ ഓഫ് എലിവേഷൻ പറഞ്ഞാൽ ഇത് 2 ജോയിൻ ചെയ്യണം. ഇന്ന് സിയിലേക്കും ഇന്ന് എയിലേക്കും അല്ലേ? നൗ വാട്ട് ദേ സേ? ഇത് മൊത്തം 80 ആണ്. അപ്പോൾ ഇത് എക്സ് എടുത്തു കഴിഞ്ഞാൽ ബാക്കി എന്താ? 80 - x അല്ലേ? ഓക്കെ, അത് എപ്പോഴും മനസ്സിൽ വെക്കണേ. നൗ ആംഗിൾ ഓഫ് എലിവേഷൻ ഈസ് 30 degree and 60 degree. ഓക്കെ, അപ്പോൾ നമുക്ക് വൺ ഓഫ് ദി ആംഗിൾസ് യു ക്യാൻ ടേക്ക് 60 ആൻഡ് ദി അതർ 30. ഇപ്പോൾ തിരിച്ചെടുത്താലും കുഴപ്പമൊന്നുമില്ല. നൗ വാട്ട് ടു ഡു? വിൽ അപ്ലൈ വിൽ ടേക്ക് ദ ട്രയാങ്കിൾസ്. യെസ്. അപ്പോൾ എന്ത് വരും? ഇൻ ട്രയാങ്കിൾ ABE tan 60 അപ്ലൈ. tan 60 നമ്മൾ ഒരു കാര്യം മറന്നു, ഹൈറ്റ് ഓഫ് ദി പോൾസ് എന്താ? h അല്ലേ? രണ്ടും സെയിം ആയതുകൊണ്ട് h തന്നെയാവും. ഇൻ ട്രയാങ്കിൾ ABC tan 60 എത്രയാണ്? tan 60 = h/x അല്ലേ? അപ്പോൾ tan 60 എന്ന് പറഞ്ഞാൽ എന്താണ്? നിറച്ച് പട്ടിശല്യം കേട്ടോ. ഈ ഗവൺമെൻറ് ഒക്കെ ഇതിനൊക്കെ എന്തെങ്കിലും പ്രതിവിധി കാണിക്കണം. അയ്യോ, വീട്ടിൽ വളർത്തുന്നതാണെങ്കിൽ ഓക്കെ, ഇത് പുറത്തെ സ്ട്രേ ഡോഗ്സ് ആണ്, നടക്കാൻ പറ്റാത്ത അവസ്ഥ. tan 60 അല്ലേ? √3 = h/x. ദാറ്റ് ഇംപ്ലൈസ് h = the x√3. ഓക്കെ. ഇനി നമ്മൾ അടുത്ത ട്രയാങ്കിൾ എടുക്കുക. ഇൻ ട്രയാങ്കിൾ CDE. ഇൻ ട്രയാങ്കിൾ CDE എന്താ വരിക? tan 30 എടുത്ത് നോക്ക്. tan 30 = h/80 - x. അപ്പോൾ tan 30 എന്താണ്? 1/√3. 1/√3 = h/80 - x. സോ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ? 80 - x = h√3. ഇനി എന്താ ചെയ്യേണ്ടതെന്നറിയോ? ഈ എച്ചിൻ്റെ വാല്യൂ യു ക്യാൻ പുട്ട് ഇറ്റ് ഹിയർ. എച്ച് കാണാനില്ല അല്ലേ? സോറി. ഓക്കെ, ഞാൻ ഓർത്തില്ല. ഇപ്പോൾ കാണാമല്ലോ. ഓക്കെ. ഇനി എന്താ? ഈ എച്ചിൻ്റെ വാല്യൂ നേരെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഓക്കെ. സോ എത്ര വരും? ദാറ്റ് ഇംപ്ലൈസ് 80 - x = x√3 × √3. So that implies what we have here. 80 - x = 3x. x അങ്ങോട്ട് വരുമ്പോൾ 4x = 80. x = 80/4 20 മീറ്റർ വരും. അപ്പോൾ x 20 മീറ്റർ ആണ്. ഇനി എന്താണ്? h വേണ്ടേ? Therefore ഹൈറ്റ് ഓഫ് പോൾ എന്താ? h = x√3. അതായത് 20√3 മീറ്റേഴ്സ് എന്ന് വരും. ഓക്കെ. ഇനി അതേപോലെ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എന്താ? x 20 ആണെങ്കിൽ മറ്റത് 80 - 20 60. കലാസ് കഴിഞ്ഞു. എളുപ്പമല്ലേ? യെസ്. അപ്പോൾ നമുക്കൊരു ക്വസ്റ്റൻ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം എന്താ ചെയ്യേണ്ടത്? ക്വസ്റ്റൻ വായിക്കണം. 1, 2, 3 വട്ടം വായിച്ചാലും കുഴപ്പമില്ല. എന്നിട്ട് നമ്മൾ ആദ്യം ഫിഗർ വരയ്ക്കണം. ഫിഗർ വരച്ചിട്ട് എന്താ? നമ്മൾക്ക് ഡിസ്ക്രിപ്ഷൻ എഴുതണം. പിന്നെ ട്രയാങ്കിൾസ് ഐഡൻറ്റിഫൈ, രണ്ടിലും ടാൻ എടുക്കുക. മിക്ക ക്വസ്റ്റനും രണ്ടിലും ടാൻ എടുത്താൽ കിട്ടും.
ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഇത് ഇടയ്ക്കിടയ്ക്ക് ഫ്രീക്വൻ്റ് ആയിട്ട് വരുന്ന ഒരു ബോർഡ് എക്സാം ക്വസ്റ്റ്യൻ ആണ്. വെരി 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 ഇമ്പോർട്ടൻറ്റ്. യെസ്, നമുക്ക് ചെയ്താലോ? പെർഫെക്റ്റ്. എക്സസൈസ് 9.1 ക്വസ്റ്റ്യൻ നമ്പർ 12. From the top of a 7-meter high building, the angle of elevation of the top of a cable tower is 60 degree and the angle of depression to its foot is 45 degree. Determine the height of the tower. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് ആദ്യം ഗ്രൗണ്ട് വരച്ചു. ഫ്രം ദി ടോപ്പ് ഓഫ് എ 7-meter ഹൈ ബിൽഡിംഗ്. ഇപ്പോൾ ഒരു ബിൽഡിംഗ് ഉണ്ട്. ഓക്കെ, ബി ഡി എടുത്തു. ബിൽഡിംഗ് ബി ഡി എടുത്തു. ആംഗിൾ ഓഫ് എലിവേഷൻ ഓഫ് ദി ടോപ്പ് ഓഫ് എ കേബിൾ ടവർ. കേബിൾ ടവർ ആംഗിൾ ഓഫ് എലിവേഷനാണ്. അപ്പോൾ ഒബ്സർവർ താഴെയും ഒബ്ജക്റ്റ് മുകളിലാണ്. അപ്പോൾ കേബിൾ ടവർ ഹൈറ്റ് കൂടുതൽ വേണം കേട്ടോ. ഓക്കെ, കേബിൾ ടവർ ഹൈറ്റ് കൂടുതൽ വേണം അല്ലേ? ടവറുണ്ട്, ടവറിന് ആംഗിൾ ഓഫ് എലിവേഷൻ പറയുന്നത് മുകളിലാവണ്ടേ? ദി ആംഗിൾ ഓഫ് എലിവേഷൻ ഓഫ് ദി ടോപ്പ് ഓഫ് എ കേബിൾ ടവർ ഈസ് 60 ഡിഗ്രി. ടോപ്പ് ഓഫ് എ കേബിൾ ടവർ. അപ്പോൾ എന്താ ആംഗിൾ ഓഫ് എലിവേഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വേണം ഫിഗർ വരാൻ. ഓക്കെ, സോ 60 ഡിഗ്രി. അപ്പോൾ ഹോറിസോണ്ടൽ വേണ്ടേ? ഹോറിസോണ്ടൽ വേണമെങ്കിൽ പോയിന്റ് ബി എന്ന് വേണം ഹോറിസോണ്ടൽ വരയ്ക്കാനായിട്ട്. വൈ പോയിന്റ് ബി എന്ന് ഹോറിസോണ്ടൽ വരയ്ക്കാൻ? നോക്കിയേ, ദി ആംഗിൾ ഓഫ് എലിവേഷൻ ഓഫ് ദി ടോപ്പ് ഓഫ് കേബിൾ ടവർ. ഇതാണ് കേബിൾ ടവർ. ഞാൻ വേണമെങ്കിൽ CT എന്ന് എഴുതാം, കേബിൾ ടവർ. അപ്പോൾ ടോപ്പിലേക്ക് ഈ പോയിന്റിലേക്ക് ഈ പോയിന്റ് ആംഗിൾ ഓഫ് എലിവേഷൻ വരയ്ക്കുന്നു. അപ്പോൾ ഇതല്ല ഹോറിസോണ്ടൽ വരിക. അപ്പോൾ ഹോറിസോണ്ടൽ ആംഗിൾ എത്രയാണ്? 60 ഡിഗ്രി. ഹോറിസോണ്ടൽ ആംഗിൾ 60 ഡിഗ്രി. ആൻഡ് ആംഗിൾ ഓഫ് ഡിപ്രഷൻ ടു ഇറ്റ്സ് ഫൂട്ട് ഓഫ് ദി കേബിൾ ടവർ ഇതാ. അപ്പോൾ ആംഗിൾ ഓഫ് ഡിപ്രഷൻ പറയുമ്പോൾ ഇങ്ങനെ വരും. അപ്പോൾ ഇങ്ങനെ വരച്ചു. അത് എത്രയാണ് മക്കളെ? 45 ഡിഗ്രീസ്. ഇത് 45 ഡിഗ്രീസ്. ഡിറ്റർമിൻ ദി ഹൈറ്റ് ഓഫ് ദി ടവർ. ഹൈറ്റ് ഓഫ് ദി ടവർ എന്ന് പറയുമ്പോൾ ഈ ഫുൾ ഹൈറ്റാണ് വേണ്ടത്. ഓക്കെ, ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. ഇനി നോക്കിയേ, ഇപ്പോൾ നമുക്കറിയാം ഇത് 7 മീറ്റർ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഇത് 7 ആണെങ്കിൽ കുട്ടികളെ ഇതെന്താ? ഇതും 7 മീറ്റർ അല്ലേ? അപ്പോൾ ഇത് എത്രയായിട്ട് മാറും? H-7 അല്ലേ? അത് H-7 ആയിട്ട് മാറും. സോ നൗ 2 ട്രയാങ്കിൾസ് നമുക്ക് എടുക്കാം. ഏതൊക്കെ 2 ട്രയാങ്കിൾസ് നമ്മൾ പറഞ്ഞ പോലെ? ഒന്ന് യെല്ലോ ട്രയാങ്കിളിൽ ടാൻ അപ്ലൈ, 2 ഈ പേർപ്പിളിലും ടാൻ അപ്ലൈ. ആൻസർ കിട്ടും. ഓക്കെ, സോ അല്ലെങ്കിൽ പേർപ്പിൾ യൂസിന് പകരം നോക്കിയേ, ഇതൊരു ഇസഡ് ഷേപ്പ് അല്ലേ? കണ്ടോ, ഇങ്ങനെ ഇസഡ് ഷേപ്പ് വരുന്നുണ്ട് അല്ലേ? ഇതൊരു ഇസഡ് ഷേപ്പ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇത് 45 ആണെങ്കിൽ ഇത് എത്രയാണ്? ഇതും 45 ഡിഗ്രി അല്ലേ? അപ്പോൾ ബേസിക്കലി യു ക്യാൻ ടേക്ക് ദിസ് ആസ് 45. കണ്ടോ, എൻ്റെ ഈ 2 ട്രയാങ്കിൾസ് എടുക്കാം. ഇനി എന്താണ് കുട്ടികളെ, നമുക്ക് ബേസിക്കലി ഇത് നമുക്ക് എന്താ അറിയില്ല. ഇത് എക്സ് എടുക്കാം അല്ലേ? യു ടേക്ക് ദിസ് ആസ് എക്സ്. ഇതും എക്സ് ആയിട്ട് മാറും. ഓക്കെ, സോ 2 അപ്ലൈ. വി കൻ ടേക്ക് എ എന്ത്? എ ഇല്ലല്ലോ, ഇത് പോയിന്റ് എ എടുത്തു. സോ 2 ട്രയാങ്കിൾസ് എടുക്കാം. ഏതൊക്കെയാണ്? ഇൻ ട്രയാങ്കിൾ ABC tan 60 അപ്ലൈ. tan 60 is equal to H-7 by ഈ ഡിസ്റ്റൻസ് എക്സ് ആണെങ്കിൽ മുകളിലും എക്സ് ആയിട്ട് മാറുമല്ലോ, എക്സ്. അപ്പോൾ √3 is equal to H-7 by x. അപ്പോൾ therefore എന്ത് വരും? √3x is equal to H-7. therefore H is equal to √3x plus 7. ഇങ്ങനെ വരും. H is equal to √3x plus 7. ഇനി താഴത്തെ ട്രയാങ്കിൾ എടുക്കുക. ഇൻ ട്രയാങ്കിൾ BDT. ഓക്കെ, ഇൻ ട്രയാങ്കിൾ BDT എങ്ങനെ വരും? ഇൻ ട്രയാങ്കിൾ BDT പറഞ്ഞതാ ഈ പേർപ്പിൾ ട്രയാങ്കിൾ. ഈ പേർപ്പിൾ ട്രയാങ്കിൾ tan 45 എന്ന് എടുത്ത് നോക്കിയേ. tan 45 is equal to 7 by x അല്ല? യെസ്. അപ്പോൾ 1 equal to 7 by x. that implies x equal to 7. x 7 വന്നു. അപ്പോൾ therefore you can write h is equal to √3 into 7 plus 7. 7 √3 plus 7 വരും. therefore 7 into √3 plus 1 meter. ഇതാണ് ആൻസർ. അപ്പോൾ ഹൈറ്റ് ഓഫ് ദി ടവർ അല്ലേ? സെവൻ ഇൻറ്റു √3 plus 1 കറക്റ്റ്. കാരണം ഹൈറ്റ് ഓഫ് ദി ടവർ ഇത് ഫുൾ എച്ച് എടുത്തു. ഓക്കെ, യെസ്.
ഇത് വെരി 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 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ. The textbook question is question number 13 from exercise 9.1. Okay, so the question is like this. An observer from the top of a 75-meter lighthouse from the sea level. അപ്പോൾ എന്താ, കടലുണ്ട്. അപ്പോൾ കടലിൻ്റെ അപ്പുറത്ത് ഒരു ലൈറ്റ് ഹൗസ് ഉണ്ട്. വി ക്യാൻ കോൾഡ് ആസ് LT. ഓക്കെ, ഇത് 75 മീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആസ് ഒബ്സർവ് ഫ്രം ദ ടോപ്പ് ഓഫ് എ 75-meter ലൈറ്റ് ഹൗസ് ഫ്രം ദ സീ ലെവൽ, the angle of depression of the two ships are 30 degree and 45 degree. അപ്പോൾ രണ്ട് ഷിപ്സ് ഉണ്ടല്ലേ. രണ്ട് ഷിപ്സ് എന്ന് പറയുമ്പോൾ ഒരെണ്ണം എസും ഒരെണ്ണം എച്ചും എടുക്കുകയാണ്. അപ്പോൾ ഇങ്ങോട്ടേക്ക് ഡിപ്രഷൻ, ആംഗിൾ ഓഫ് ഡിപ്രഷനാണ്. ആംഗിൾ ഓഫ് ഡിപ്രഷൻ എന്ന് പറയുമ്പോൾ ഇതാണ് ഒബ്സർവർ. ഓക്കെ, ഇത് ഒബ്ജക്റ്റ് 1, ഇത് ഒബ്ജക്റ്റ് 2 അല്ലേ. ലൈറ്റ് ഹൗസ് അല്ലേ ഹൈറ്റിലിരിക്കണേ. അപ്പോൾ ഡിപ്രഷൻ എന്ന് പറയുമ്പോൾ ലൈറ്റ് ഹൗസ് ഇസ് വാട്ട് യു ഹാവ് ടേക്കൻ ആസ് ദി ഒബ്സർവർ. അപ്പോൾ എങ്ങനെ വരും, ഇത് രണ്ടും ജോയിൻ ചെയ്യാം. ഓക്കെ, ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഹൊറിസോണ്ടൽ വേണം. ആ ഹൊറിസോണ്ടൽ ഞാൻ വരച്ചു. ഏതാണ് ഹൊറിസോണ്ടൽ? ഇതാണ് ഹൊറിസോണ്ടൽ. ഇനി 30 ഡിഗ്രി വേണം അല്ലേ. അപ്പോൾ സിമ്പിളായിട്ട് പറയാം, ഇതാണ് 30 ഡിഗ്രി വരിക. ഹൊറിസോണ്ടലിൽ നിന്ന് അടുത്ത 30 ഡിഗ്രി എന്താ, ഇത് വരും. ഇത് ഫുള്ള് 45 ഡിഗ്രി വരും. ഓക്കെ, അപ്പോൾ അത് ബേസിക്കലി ഇങ്ങോട്ടേക്ക് വരുമ്പോൾ എന്താ, ഞാൻ പറഞ്ഞു 90 ഡിഗ്രി അടുത്ത് ഏതാ വരിക, 45 ഡിഗ്രി അല്ലേ. 45 ഡിഗ്രി ഇവിടെ വന്നു, ഇവിടെ 30 ഡിഗ്രിയും വന്നു. ഇങ്ങനെയാണ് ട്രയാങ്കിൾ എടുക്കേണ്ടത്. കൂടുതൽ കൺഫ്യൂഷൻ ഒന്നും വേണ്ട. എക്സാമിന് വരുമ്പോൾ ഇങ്ങനെ ഫിഗർ എന്നറിയാം. അപ്പോൾ 90യുടെ അടുത്ത് നെക്സ്റ്റ് ലെസർ ആംഗിൾ, പിന്നെ ലീസ്റ്റ് ആംഗിൾ, അങ്ങനെ എഴുതിക്കോ. അപ്പോൾ എന്താ വരിക, if one ship is behind the other on the same side of the lighthouse, find the distance between two ships. അപ്പോൾ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു ഷിപ്സ് പറഞ്ഞാൽ നമുക്ക് എക്സ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, യു ഹാവ് ടു ഫൈൻഡ് എക്സ്. ഓക്കെ, ചെയ്താലോ. ഓക്കെ, സോ രണ്ട് ട്രയാങ്കിൾസ് എടുക്കുക. ഇൻ ട്രയാങ്കിൾ LHT. ഇൻ ട്രയാങ്കിൾ LHT എങ്ങനെയാണ്, tan 45 ഈക്വൽ ടു 75/y. അപ്പോൾ 1 ഈസ് ഈക്വൽ ടു എന്താ, 75/y. സോ y ഈക്വൽ ടു 75 മീറ്റർ. y കിട്ടിയില്ലേ. ഇനി നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക, നമുക്ക് മറ്റ് രണ്ട് ട്രയാങ്കിൾസ് എടുക്കാൻ പറ്റും. മറ്റേ ട്രയാങ്കിൾ ഇതാ, ട്രയാങ്കിൾ LST. അപ്പോൾ വെൻ യു ടേക്ക് LST, ലിസൺ, ഈ ഫുൾ ട്രയാങ്കിൾ എടുക്കണം നമ്മൾ. വി ഹാവ് ടു ടേക്ക് ദിസ് കംപ്ലീറ്റ്ലി ഫുൾ ട്രയാങ്കിൾ. അപ്പോൾ എങ്ങനെ വരും, ഇൻ ട്രയാങ്കിൾ LST, ഇൻ ട്രയാങ്കിൾ LST എങ്ങനെ വരും, tan 30 എടുത്ത് നോക്കിയേ. tan 30 പറഞ്ഞാൽ ഓപ്പോസിറ്റ് എന്താ, 75ഉം അഡ്ജസൻറ്റ് പറഞ്ഞാൽ x+y ആണ് എടുക്കേണ്ടത് അല്ല. യെല്ലോടെ നോക്കിയാൽ ബേസ് നോക്കിയാൽ x+y അല്ലേ. അപ്പോൾ tan 30 ഈസ് ഈക്വൽ ടു 75/x+y. അപ്പോൾ tan 30 പറഞ്ഞാൽ എത്രയാണ്, 1/√3 ഈസ് ഈക്വൽ ടു 75/x+y. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് നോക്ക്. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വാട്ട് ഡു വി ഹാവ്, x+y ഈക്വൽ ടു 75/√3. y 75 അറിയാം അല്ലേ. അപ്പോൾ x+75 ഈക്വൽ ടു 75/√3. അപ്പോൾ x എത്ര വരും, 75/√3 മൈനസ് 75. സോ x ഈക്വൽ ടു 75 ഇൻറ്റു √3 മൈനസ് 1 എന്നതാണ് ആൻസർ വരും. സിമ്പിൾ. x ഈക്വൽ ടു 75 ഇൻറ്റു √3 മൈനസ് 1 അല്ലേ. നമുക്ക് നോക്കിയാലോ. എക്സസൈസ് 9.1 ക്വസ്റ്റ്യൻ നമ്പർ 13. അതെനിക്ക് തോന്നണേ കേട്ടോ. യെസ്, കറക്റ്റ്. യൂണിറ്റ് ചെയ്തില്ലെങ്കിൽ ടീച്ചർ ക്വാർട്ടർ മാർക്ക് എടുക്കും ബോർഡ് എക്സാമിന്. ഓക്കെ, യെസ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, പ്രീ ബോർഡ്സിൽ മിക്ക ആൾക്കാരും, ഞാൻ വേർത്തിട്ട് ഇല്ലാണ്ട്, പ്രീ ബോർഡ്സിൽ മിക്ക ആൾക്കാർക്കും വരുന്ന ഒരു ക്വസ്റ്റ്യനാണ് കേട്ടോ. വെരി 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 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ബോർഡ് എക്സാമിന് വരാറുണ്ട്. ഓക്കെ, പക്ഷെ അധികം ബോർഡ് എക്സാമിന് വരാറില്ല. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാം. ക്വസ്റ്റ്യൻ എങ്ങനെയാണ്, ദി ആംഗിൾ ഓഫ് എലിവേഷൻ ഓഫ് എ ക്ലൗഡ് ഫ്രം എ പോയിൻറ്റ് 60 meter above a lake is 30 degrees and the angle of depression of the reflection of the cloud in the lake is 60 degrees. Find the height of the cloud. അപ്പോൾ ഞാൻ ആദ്യം നോക്ക്, ദി ആംഗിൾ ഓഫ് എലിവേഷൻ ഓഫ് എ ക്ലൗഡ് ഫ്രം എ പോയിൻറ്റ് 60 meter above the lake. അപ്പോൾ ആദ്യം ഞാൻ ലേക്ക് വരയ്ക്കാം. അപ്പോൾ പോയിൻ്റ് അബോവ് ദ ലേക്ക്
പി ടി എടുത്തു. ഓക്കെ, ആംഗിൾ ഓഫ് എലിവേഷൻ ഓഫ് എ ക്ലൗഡ് ഫ്രം എ പോയിൻറ്റ് 60 മീറ്റർ. ഇത് 60 മീറ്റർ പോയിൻറ്റ്. ഈ പോയിന്റിൽ നിന്ന് ക്ലൗഡിലേക്ക് എത്രയാണ്? 30 ഡിഗ്രീസാണ് പറഞ്ഞത്. ക്ലൗഡ് ഞാൻ ഇവിടെ എടുത്തു. ഓക്കെ, യെസ്. ഇനി അടുത്ത വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, നിങ്ങൾ പ്രീ ബോർഡ്സ് മിക്ക സ്കൂളുകളിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. ഓക്കെ, അപ്പോൾ ആ ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. ദി ആംഗിൾ ഓഫ് എലിവേഷൻ ഓഫ് എ ക്ലൗഡ് ഫ്രം എ പോയിൻറ്റ് 60 മീറ്റർ എബവ് എ ലേക്ക് ഈസ് 30 ഡിഗ്രീസ് ആൻഡ് ആംഗിൾ ഓഫ് ഡിപ്രഷൻ ഓഫ് ദ റിഫ്ലക്ഷൻ ഓഫ് ദി ക്ലൗഡ് ഇൻ ദ ലേക്ക് ഈസ് 60 ഡിഗ്രീസ്. ഫൈൻഡ് ദ ഹൈറ്റ് ഓഫ് ദി ക്ലൗഡ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കാം, ഒരു പോയിൻ്റ് ഉണ്ട്. ഞാൻ പോയിൻ്റ് പി ടി എടുക്കുകയാണ്. പോയിൻ്റ് പി ടി എത്രയാണ്? 60 മീറ്റർ. ഓക്കെ, പിന്നെ ക്ലൗഡ് ഉണ്ട് അല്ലേ? ക്ലൗഡ് ഞാൻ ഇങ്ങോട്ടേക്ക് എടുത്തു. ഓക്കെ, ക്ലൗഡിലേക്കുള്ള ആംഗിൾ ഓഫ് എലിവേഷൻ ദേ സേ ഇറ്റ് ആസ് 30 ഡിഗ്രീസ് അല്ലേ? ഓക്കെ, സി എൽ എടുത്തു. ഇനി ആംഗിൾ ഓഫ് എലിവേഷൻ വേണമെങ്കിൽ എന്താണ്? ഹൊറിസോണ്ടൽ വരയ്ക്കണം. ഹൊറിസോണ്ടൽ വരച്ചു. ഇത് 30 ഡിഗ്രീസ്. ഇനി ശ്രദ്ധിക്കുക, ഇപ്പോൾ നോക്ക്, ഇത് മിററാണെന്ന് വിചാരിച്ചു. എപ്പോഴൊരു കാര്യം നോക്കേണ്ടത്, ഇതിൻ്റെ റിഫ്ലക്ഷൻ എവിടെയാണ്? ഇതിന് നേരെ ബാക്കിലല്ല വരിക. യെസ് പറഞ്ഞു. എപ്പോഴും നിങ്ങൾ മനസ്സിൽ ഓർക്കേണ്ട ഒരു കാര്യം, ഇതൊരു പോയിൻ്റാണ്, ഇതൊരു മിററാണെങ്കിൽ ഇതിൻ്റെ റിഫ്ലക്ഷൻ മിററിന് ഒബ്ജക്റ്റിലുള്ള ഡിസ്റ്റൻസും മിററിന് ഇമേജിലേക്കുള്ള ഡിസ്റ്റൻസും എപ്പോഴും സെയിം ആയിരിക്കും. എന്താണ്? ഇപ്പോൾ നോക്കിക്കോ, ഇത് മിററാണെങ്കിൽ മിററിന് ഈ വരുന്ന ഡിസ്റ്റൻസ് എത്ര? ഈ വരുന്ന ഡിസ്റ്റൻസും ഒബ്ജക്റ്റ് ഡിസ്റ്റൻസും മിററിന് ഇമേജ് ഡിസ്റ്റൻസും രണ്ടും എപ്പോഴും സെയിം ആയിരിക്കും. ആ ഒരു കോൺസെപ്റ്റാണ്. അപ്പോൾ ഞാൻ ചോദിക്കുക, ഈ ക്ലൗഡിൻ്റെ റിഫ്ലക്ഷൻ ആക്ച്വലി ഇതിൻ്റെ താഴെയാണ് വരിക. ക്ലൗഡിൻ്റെ റിഫ്ലക്ഷൻ ഇതിൻ്റെ താഴെയാണ് വരിക. ഓക്കെ, അപ്പോൾ അത് മാർക്ക് ചെയ്യാൻ ഞാൻ ഇങ്ങനെ എടുക്കും. ഇതാ, എന്നിട്ട് ആംഗിൾ ഓഫ് ഡിപ്രഷൻ എന്ന് പറയുമ്പോൾ ഇതാ ഇങ്ങനെ വരും ആംഗിൾ ഓഫ് ഡിപ്രഷൻ. ഏതാ? ഈ പോയിൻ്റിൽ നിന്ന് ഇമേജിലേക്ക് ആംഗിൾ ഓഫ് ഡിപ്രഷൻ ഇത് വരും. അപ്പോൾ ഞാൻ എന്താ എ എടുക്കാം. ഓക്കെ, ഇനി ഇതെത്ര? ആംഗിൾ ഓഫ് ഡിപ്രഷൻ എത്രയാണ് അവർ പറയുന്നത്? 60 ഡിഗ്രി. ഫൈൻഡ് ദ ഹൈറ്റ് ഓഫ് ദി ക്ലൗഡ് എന്നാണ് പറയുന്നത്. ഹൈറ്റ് ഓഫ് ദി ക്ലൗഡ് പറഞ്ഞാൽ നമുക്ക് ബേസിക്കലി ഈ ഫുൾ എച്ച് ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? അല്ലെങ്കിൽ ഞാനൊരു കാര്യം ചെയ്യാം കുട്ടികളെ, ഇത് എച്ച് എടുത്തു. ഇതെത്രയാണ്? 60 അല്ലേ? കാരണം എന്താ? 60 നമുക്കിവിടെ അറിയാം. ഓക്കെ, സോ ഹൈറ്റ് ഓഫ് ദി ക്ലൗഡ് പറഞ്ഞാൽ എച്ച് പ്ലസ് 60 ആണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ റിഫ്ലക്ഷൻ എങ്ങനെയാണ്? റിഫ്ലക്ഷനും നേരെ എന്താ? എച്ച് പ്ലസ് 60 ആയിട്ട് മാറത്തില്ലേ? ഡിഗ്രീസില്ല, സോറി, എച്ച് പ്ലസ് 60 ആയിട്ട് മാറും. അത് കോമൺ സെൻസ് ആണ് അല്ലേ? സോ ഒരു കാര്യം നോക്ക്, എന്താ ഇതാണ് ഈ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസും ഈ ഇമേജ് ഡിസ്റ്റൻസും രണ്ടും സെയിം ആയിരിക്കും എപ്പോഴും. അപ്പോൾ രണ്ട് ട്രയാങ്കിൾ എടുക്കണം. ഏതാണ് ആദ്യത്തെ ട്രയാങ്കിൾ? ആദ്യം ഈ യെല്ലോ ട്രയാങ്കിൾ എടുത്തു, രണ്ട് ഈ പേർപ്പിൾ ട്രയാങ്കിൾ എടുത്തു. അപ്പോൾ എങ്ങനെ വരും? ദെയർഫോർ ഇതേതാ? സി എൽ ബി ഇല്ലല്ലോ, അത് ബി എടുത്തു. ഇൻ ട്രയാങ്കിൾ സി ബി പി tan 30 ഡിഗ്രീസ് ഈക്വൽ ടു, നമുക്ക് ഇത് അറിയില്ല അല്ലേ, എക്സ് എടുക്കാം. ഇത് ഞാൻ എക്സ് എടുത്തു കുട്ടികളെ. ഓക്കെ, സോ ഇൻ ട്രയാങ്കിൾ സി ബി പി tan 30 ഈസ് ഈക്വൽ ടു എച്ച് ബൈ എക്സ്. അപ്പോൾ 1/√3 ഈസ് ഈക്വൽ ടു എച്ച് ബൈ എക്സ്. ദെയർഫോർ ക്രോസ് മൾട്ടിപ്ലൈ എക്സ് ഈസ് ഈക്വൽ ടു h√3 മീറ്റേഴ്സ്. ഓക്കെ, ഇനി പേർപ്പിൾ ട്രയാങ്കിൾ എന്താ? പി എ ബി. ഇൻ ട്രയാങ്കിൾ പി എ ബി നമുക്ക് എങ്ങനെയാണ്? tan 60 എന്ന് പറഞ്ഞാൽ 60യുടെ ഓപ്പോസിറ്റ് എന്താ? 60യുടെ ഓപ്പോസിറ്റ് എന്താ കുട്ടികളെ? ഇത് ഫുള്ളാണ്. ഇത് ഫുൾ എന്ന് പറയുമ്പോൾ എച്ച് പ്ലസ് 60യും ഈ 60യും ആഡ് ചെയ്യണം അല്ലേ? സോ ദാറ്റ് ഈസ് tan 60 ഈസ് ഈക്വൽ ടു എച്ച് പ്ലസ് 120 ഡിവൈഡഡ് ബൈ എക്സ് അല്ലേ? നോക്കിയേ, ഇത് ഫുൾ നമ്മൾ എടുക്കണം. ഇത് ഫുൾ എത്രയാണ്? എച്ച് പ്ലസ് 120. ഇത് ഫുൾ എത്രയാണ്? എക്സ്. സോ ദെയർഫോർ √3 ഈസ് ഈക്വൽ ടു എച്ച് പ്ലസ് 120 ബൈ എക്സ്. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് നോക്ക്. സോ √3 എക്സ് ഈസ് ഈക്വൽ ടു എച്ച് പ്ലസ് 120. ഇനി നമുക്ക് എന്താ കുട്ടികളെ? എക്സിൻ്റെ വാല്യൂ അറിയാം.
അതിവിടെ ഇട്ട് കൊടുക്ക്. അപ്പോൾ എന്ത് വരും? √3 ഇൻറ്റു h√3 is equal to h plus 120. So 3h is equal to h plus 120. h അങ്ങോട്ട് കൊണ്ടുപോയി 2h is equal to 120. therefore h is equal to 60 മീറ്റേഴ്സ് വരും അല്ലേ. h 60 കിട്ടി. പക്ഷേ ഹൈറ്റ് ഓഫ് ദി ക്ലൗഡ് എത്രയാണ് മക്കളെ? ഹൈറ്റ് ഓഫ് ദി ക്ലൗഡ് പറഞ്ഞാൽ h plus 60 അല്ലേ. സോ therefore height of cloud is equal to h plus 60 120 meters. ഇത്ര ഉള്ളൂ ക്വസ്റ്റൻ. സിമ്പിൾ ബച്ച ക്വസ്റ്റൻ അല്ലേ. യെസ്, ഏത് വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഇത് മിക്കവാറും പ്രീ ബോർഡ്സിന് ചോദിക്കുന്ന ക്വസ്റ്റൻ ആണ് കേട്ടോ. മിക്ക പ്രീ ബോർഡ്സും സ്കൂൾസ് ആക്ച്വലി എടുക്കും ഈ ക്വസ്റ്റൻ. കാരണം പിള്ളേർ തെറ്റിക്കുന്ന ക്വസ്റ്റൻ ടഫാണ്. അവർക്ക് റിഫ്ലക്ഷൻ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഞെട്ടും. അങ്ങനെ കിട്ടത്തില്ലേ. അടുത്ത ക്വസ്റ്റ്യൻ പോയാലോ? സെറ്റല്ലേ? യെസ്. ഇനി വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, ബോർഡ് എക്സാമിന് മിക്കവട്ടം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ, എയറോപ്ലെയിൻ്റെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് വായിച്ചാലോ? യാ, ദി ആംഗിൾ ഓഫ് എലിവേഷൻ ഓഫ് എ ജെറ്റ് പ്ലെയിൻ ഫ്രം എ പോയിന്റ് എ ഓൺ ദ ഗ്രൗണ്ട് ഈസ് 60 degrees. After a flight of 30 degrees, the angle of elevation changes to 30 degrees. If the jet plane is flying at a constant height of 3600 meters, find the speed of the jet plane. എന്നതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് ആദ്യം ഗ്രൗണ്ട് വരയ്ക്കാം. ഓക്കെ, ഗ്രൗണ്ട് വരച്ചു അല്ലേ. ഇനി എന്താ വേണ്ടത്? ദി ആംഗിൾ ഓഫ് എലിവേഷൻ ഓഫ് എ ജെറ്റ് പ്ലെയിൻ ഫ്രം എ പോയിന്റ് എ ഓൺ ദ ഗ്രൗണ്ട്. അപ്പോൾ ഗ്രൗണ്ടിലൊരു പോയിന്റ് ഉണ്ട്, പോയിന്റ് എ. ജെറ്റ് ഇവിടെയാണെന്ന് വിചാരിച്ചോ, ജെ. അപ്പോൾ അങ്ങോട്ടേക്ക് ആംഗിൾ ഓഫ് എലിവേഷൻ ഇവർ പറയുന്നത് എന്താണ്? ആംഗിൾ ഓഫ് എലിവേഷൻ ഈസ് 60 degrees. ഓക്കെ, ആഫ്റ്റർ എ ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ ട്രാവൽ ചെയ്യാണ്. ഓക്കെ, സോ ഇറ്റ് ഗോസ് ഓൺ ട്രാവലിംഗ്. ഇങ്ങനെ ട്രാവൽ ചെയ്ത് ഈ ഒരു പോയിന്റിലെത്തി. ഓക്കെ, ആ ഒരു പോയിന്റിലെത്തിയപ്പം നൗ ആഫ്റ്റർ എ ഫ്ലൈറ്റ് ഓഫ് 30 seconds ദി ആംഗിൾ ഓഫ് എലിവേഷൻ ചേഞ്ചസ് ടു 30 degrees. ഫ്ലൈറ്റ് ട്രാവൽ ചെയ്തപ്പോൾ എന്താ? ആംഗിൾ ഓഫ് എലിവേഷൻ മാറി. എത്രയ്ക്ക് മാറി? ഇത് 30 degrees ആക്കി മാറി. ഓക്കെ, ഇഫ് ദ ജെറ്റ് ഇസ് ഫ്ലൈയിങ് അറ്റ് എ കോൺസ്റ്റൻറ്റ് ഹൈറ്റ് ഓഫ് 3600 അപ്പോൾ ഈ ജെറ്റും കണ്ടോ, ജെറ്റ് ഈ സെയിം ഹൈറ്റാണ്. ഇത് രണ്ടും എത്രയാണ് അവർ പറയുന്നത്? 3600 ആണെന്നാണ് പറയുന്നത്. ഓക്കെ, സോ ഞാൻ രണ്ടും ജോയിൻ ചെയ്യുമ്പോൾ എത്രയാണ് വരിക? ഇപ്പോൾ രണ്ടും 3600 മീറ്റർ എന്ന് പറയണം അവർ. അപ്പോൾ കെ എടുക്കാം, KLM. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഫൈൻഡ് ദ സ്പീഡ് ഓഫ് ദി ജെറ്റ് പ്ലെയിൻ. സ്പീഡ് ഓഫ് ദി ജെറ്റ് പ്ലെയിൻ വേണമെങ്കിൽ ഓക്കെ, പ്ലെയിൻ ട്രാവൽ ചെയ്ത ടൈമോ ഡിസ്റ്റൻസോ എന്തെങ്കിലും വേണം. അപ്പോൾ നോക്കിയേ കുട്ടികളെ, ജെക്ക് ഞാൻ ജോയിൻ ചെയ്തു. പ്ലെയിൻ ട്രാവൽ ചെയ്ത് എങ്ങനെയാണ്? L തൊട്ട് M അല്ലേ. L തൊട്ട് M വരെ ട്രാവൽ ചെയ്ത ടൈം നമുക്കറിയാം. ടൈം ഈക്വൽ ടു 30 seconds അല്ലേ. നമുക്കറിയാം സ്പീഡ് ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. ടൈം 30 seconds എന്നറിയാം നമുക്ക്. ഡിസ്റ്റൻസ് കിട്ടിയാൽ മാത്രം പോരെ. അപ്പോൾ നമുക്ക് എന്താ, ഈ LM കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ സ്പീഡ് ഈസിലി കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ ഈ LM ഞാൻ X എടുത്തു, ഇത് ഞാൻ Y എടുത്തു. അപ്പോൾ ധൈര്യമായിട്ട് ചെയ്താലോ? അപ്പോൾ രണ്ട് ട്രയാങ്കിൾസ് എടുക്കണം. ആദ്യത്തെ ട്രയാങ്കിൾ എന്താ? 60 degree ഉള്ള ട്രയാങ്കിൾ. ഓക്കെ, രണ്ടാമത്തെ എന്താണ്? 30 degree ഉള്ള ട്രയാങ്കിൾ. ഇതാണ് നമ്മൾ രണ്ട് ട്രയാങ്കിൾസും കൺസിഡർ ചെയ്യേണ്ടത്. ഓക്കെ, സോ നമുക്ക് ധൈര്യമായിട്ട് ചെയ്യാലോ. അപ്പോൾ ഞാൻ എന്താ ചെയ്യണേ? ഇൻ ട്രയാങ്കിൾ AJL, എനിക്ക് tan 30 അല്ല, tan 60 ആണ്. മഞ്ഞല്ല, അപ്പോൾ tan 60. tan 60 degree എത്ര വരിക? tan 60 എങ്ങനെയാണ്? 3600 മീറ്റർ ഡിവൈഡഡ് ബൈ y വരും. അപ്പോൾ √3 എത്രയാണ്? 3600 ബൈ y. അപ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ എന്തോ? √3y ഈക്വൽ ടു 3600 √3 ക്യാൻസൽ, y ഈക്വൽ ടു 3600 മീറ്റർ വരും അല്ലേ. അപ്പോൾ y 3600 കിട്ടി.
ഇനി നമുക്കെന്താ അടുത്ത ട്രയാങ്കിൾ അപ്ലൈ ചെയ്യാം. അടുത്ത പർപ്പിൾ ട്രയാങ്കിൾ AKM. ഇൻ ട്രയാങ്കിൾ AKM എങ്ങനെ വരും? AKM അപ്ലൈ ചെയ്യാൻ tan 30 അല്ലേ? അപ്പോൾ tan 30 എടുത്ത് നോക്കിയും. tan 30 ഈസ് ഈക്വൽ ടു എത്രയാണ്? 3600 √3 ബൈ എക്സ് പ്ലസ് വൈ. അപ്പോൾ എങ്ങനെയാണ്? 1/√3 ഈസ് ഈക്വൽ ടു 3600 √3 ബൈ എക്സ് അറിയില്ല, വൈ 3600 അറിയാം. ഇനി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് നോക്ക്. എക്സ് പ്ലസ് 3600 ഈക്വൽ ടു എത്ര വരും കുട്ടികളെ? 3600 √3 ഇൻറ്റു √3 അല്ലേ? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യും. 3600 √3 മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ എത്ര വരും? സോ ദാറ്റ് ഇംപ്ലൈസ് എക്സ് പ്ലസ് 3600 ഈക്വൽ ടു 00618 ഇങ്ങനെ വരും അല്ലേ? അപ്പോൾ എക്സ് ഈക്വൽ ടു 10800 മൈനസ് 3600 എത്ര വരും? എക്സ് ഈക്വൽ ടു 7200 മീറ്റേഴ്സ് എന്ന് വരും അല്ലേ? എക്സ് ഈക്വൽ ടു 7200 മീറ്റേഴ്സ് എന്ന് വരും. ഇനി നമുക്ക് എന്താ വേണ്ടത്? എക്സ് കിട്ടി. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഡിസ്റ്റൻസ് അറിയാം. ഈ ഡിസ്റ്റൻസ് 7200 മീറ്റർ, ടൈം എത്രയാണ്? 30 seconds. സോ therefore സ്പീഡ് ഈസ് ഈക്വൽ ടു 7200 ബൈ 30 240 meter per second. So speed is equal to 240 meter per second. ഇനി ചിലപ്പോൾ ഇവർ എന്താണ് മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറയും. ഓക്കെ, ഒരു മിനിറ്റ്. ഞാൻ മറന്നുപോയത് 5/8 ആണോ 18/5 ആണോ? കൺവേർട്ട് മീറ്റർ per second to kilometer per hour. (18/5) കേട്ടോ. So you have to multiply with 18/5. Okay, meter per second kilometer per hour like 18/5. That implies 240 into 18/5. 5 4s are 20, 48. 48 അല്ലേ? 48 into 18 എത്രയാണ്? 48 into 18, 8 8 64. 6 8 4 32, 38. 8 4 4 8 plus 8 16. 4 5 8 64. That implies 864 kilometer per hour. 864 kilometer per hour ആണ് നമുക്ക് വരിക. യെസ്, അതെ, ഞാൻ കവർ ചെയ്തോ എന്ന് സംശയം അല്ലേ? ഐ ആം ദ സോറി ബോയ്സ്. ഇപ്പോൾ കാണാലോ. യെസ്, അപ്പോൾ ഞാൻ ഒന്നും കൂടിയും പറയാം. നോക്കിയേ, നമുക്ക് ഈ സ്റ്റെപ്പിൽ നിന്ന് നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇങ്ങനെ കിട്ടും. എന്നിട്ടെന്താ? √3 മൾട്ടിപ്ലൈ ചെയ്താൽ 3 ഇൻറ്റു 3600 എന്താ? 10800. ഓക്കെ, എന്നിട്ട് ഇതിനെ റൈറ്റിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ മൈനസ് 3600 ആയി. സോ എക്സ് ഈക്വൽ ടു 7200 വന്നു. സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം അല്ലേ? ഡിസ്റ്റൻസ് നമുക്ക് 7200 കിട്ടി, ടൈം 30 seconds അറിയാം. അപ്പോൾ 240 മീറ്റർ പെർ സെക്കൻഡ്. മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവർ 18/5. അപ്പോൾ ബേസിക്കലി ഈസി ചാപ്റ്റർ ആണ്. ഓക്കെ, സോ ഇതിൻ്റെ നോട്ട്സ് ഞാൻ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നതാണ്. ഓക്കെ, താങ്ക് യു. അപ്പോൾ അടുത്ത് നമുക്ക് സർക്കിൾസ് ചെയ്യാം കേട്ടോ. സർക്കിൾസ് എല്ലാ 14 ചാപ്റ്റേഴ്സിൻ്റെ വീഡിയോസ് നമുക്ക് ഉണ്ടാവും ഈ ചാനലിൽ. ഓക്കെ, താങ്ക് യു.